ഹലോ ഡിയർ സ്റ്റുഡൻസ്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹയർ സെക്കൻഡറി ജോഗ്രഫി മോഡൽ എക്സാം, +1 ജോഗ്രഫി മോഡൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ്. ഈ കഴിഞ്ഞ മോഡൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ്, അതായത് എന്തെല്ലാമാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന മാറ്റങ്ങൾ, അതുപോലെ കഴിഞ്ഞ വർഷത്തെ 3 ക്വസ്റ്റ്യൻ പേപ്പറുകൾ, കഴിഞ്ഞ വർഷത്തെ ബോർഡ് എക്സാം, കഴിഞ്ഞ വർഷത്തെ മോഡൽ എക്സാം, അതുപോലെ തന്നെ ഇംപ്രൂവ്മെന്റ് എക്സാമിന്റെ ഏതൊക്കെ ചോദ്യങ്ങൾ റിപ്പീറ്റ് വന്നു എന്നതും, അതുപോലെ ഈ ചോദ്യ പേപ്പറിൽ ഉണ്ടായ പുതിയ മാറ്റങ്ങൾ, അതുപോലെ പുതിയതായി വന്ന ചില ചോദ്യങ്ങൾ, കഴിഞ്ഞ വർഷം ചോദിക്കാതെ ചില ചോദ്യങ്ങൾ ഈ വർഷം ചോദിച്ചിട്ടുണ്ട്, അത് ഏതെല്ലാമാണ്, അങ്ങനെയുള്ള ഒരു വിശകലനമാണ് ഈ വീഡിയോയിൽ നമ്മൾ നടത്തുന്നത്. അപ്പൊ ഈ ചാനലിൽ തന്നെ നമ്മൾ കഴിഞ്ഞ വർഷം നടന്ന ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അനാലിസിസ് 2 പാർട്ടായിട്ട് ഇട്ടിരുന്നു. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് അത് ഉപകാരപ്പെടും. അപ്പോൾ അതിൽ ചോദിച്ച ചോദ്യങ്ങൾ ഏതെല്ലാമാണെന്ന് നമ്മൾ ഇതിൽ പറയുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസിലോട്ട് പോകാം. അപ്പോൾ ആദ്യം തന്നെ വലിയൊരു മാറ്റം ഇത് കാണാൻ സാധിക്കുന്നത്, കഴിഞ്ഞ വർഷത്തെ അതിന് മുമ്പത്തെ വർഷത്തെയും ഒക്കെ അപേക്ഷിച്ച് ഒരു പുതിയ സെക്ഷൻ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സെക്ഷൻ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടില്ലെങ്കിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് ആൻസർ എനി 4 ക്വസ്റ്റ്യൻസ് ഫ്രം 1 to 5 ഈച്ച് ക്യാരീസ് 1 സ്കോർ. അപ്പോൾ 4 എണ്ണം എഴുതാൻ, 5 എണ്ണത്തിൽ ഏതെങ്കിലും 4 എണ്ണം എഴുതാനും അത് 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ കഴിഞ്ഞ വർഷമൊന്നും ഇല്ലാത്ത ഒരു ചോദ്യമായിരുന്നു 1 വേർഡ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇതില് അതും MCQ ആണ് ചോദിച്ചിരിക്കുന്നത്. ഈ വർഷത്തിൽ ഗുണമെന്ന് പറയുമ്പോൾ MCQ ഉണ്ട്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് 4 ഓപ്ഷൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് സെലക്ട് ചെയ്ത് എഴുതാം. അപ്പോൾ അത് കുറച്ചുകൂടി ഒരു സ്കോറിംഗ് ആയിട്ട് അവർ കൊടുത്തതാണ്, കുറച്ചുകൂടി എളുപ്പമാക്കാൻ. മറ്റു വിഷയങ്ങളിലൊക്കെ ഉള്ളതുപോലെ ജോഗ്രഫിയിൽ കഴിഞ്ഞ വർഷം വരെ 2 മാർക്കിന്റെ ചോദ്യങ്ങളിൽ നിന്നാണ് തുടങ്ങുന്നതെങ്കിൽ ഈ വർഷം 1 വേർഡ് അല്ലെങ്കിൽ ഈ പറഞ്ഞ MCQ എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ പാറ്റേൺ ഇവർ ആഡ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു കാര്യമാണ്. പക്ഷെ ഇതിൽ കൂടുതൽ തെറ്റ് വരുത്താൻ ചാൻസ് ഉണ്ട്. കാരണം നിങ്ങൾക്ക് ഇപ്പോൾ 4 ഓപ്ഷൻസ് തന്നാൽ ഏതെങ്കിലും കൺഫ്യൂഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ തെറ്റിക്കും. അപ്പോൾ അത് നമുക്ക് വേറെ ഇപ്പോൾ 2 മാർക്കിനൊക്കെ നിങ്ങൾക്ക് കുറച്ച് എഴുതിയാലും അതിൽ കറക്റ്റായിട്ട് ഉത്തരം വന്നാലും മാർക്ക് തരാൻ പറ്റും. പക്ഷെ ഇതിൽ ഇതൊരു നല്ലൊരു കാര്യമാണ്. അതുപോലെ തന്നെ പക്ഷേ മാർക്ക് ചിലപ്പോൾ നിങ്ങൾ ഫുൾ മാർക്ക് കിട്ടാൻ ആഗ്രഹിക്കുന്നവർക്ക് ചിലപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു തെറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ അതിന്റെ ഉത്തരം കണ്ടെത്തുക. കൂൾ ഓഫ് ടൈമൊക്കെ മാക്സിമം പ്രയോജനപ്പെടുത്തുക. 5 ചോദ്യങ്ങളുണ്ട്. പക്ഷെ ഇത് കമ്പാരിറ്റീവ്ലി എളുപ്പമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ ഇനി ഇതേ പാറ്റേൺ തന്നെ ബോർഡിന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് ഈ രീതിയിൽ പഠിക്കുക. 1 വേർഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അല്ലെങ്കിൽ MCQ ക്വസ്റ്റ്യൻസ് ഉണ്ട് എന്ന രീതിയിൽ തന്നെ പഠിക്കുക. ഓക്കെ, സോ നമുക്ക് ഓരോ ചോദ്യങ്ങൾ ഏതെല്ലാമാണ്, അല്ലെങ്കിൽ ഏതൊക്കെ റിപ്പീറ്റ് വന്നു എന്നെല്ലാം ഞാൻ പറയും. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോസും കൂടി നിങ്ങൾക്ക് കാണുക. അതിനകത്ത് ഞാൻ പറയും, കഴിഞ്ഞ വീഡിയോസ് ചോദിച്ച ചോദ്യങ്ങളാണെങ്കിൽ ഞാൻ അതെടുത്ത് പറയുന്നതായിരിക്കും. രണ്ടും നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇൻ ടേംസ് ഓഫ് ഏരിയ ഇന്ത്യസ് റാങ്ക് ഈസ്, വിസ്തൃതിയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയുടെ സ്ഥാനം. വളരെ സിമ്പിൾ ആയിട്ട് ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യനുമാണ്, പണ്ടുപോലെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അല്ലെങ്കിൽ ലോകത്തെ എത്രാമത്തെ വലിയ രാജ്യമാണ് ഇന്ത്യ എന്നതും അതിൽ നിന്ന് വ്യക്തമാണ്. ആ ചോദ്യം തന്നെയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഒരു സംശയവും വേണ്ട. ഓപ്ഷൻ സി 7ാം സ്ഥാനം, 7th ലാർജസ്റ്റ് കൺട്രിയാണ് കേട്ടോ. ഏരിയയുടെ വിസ്തൃതിയുടെ അടിസ്ഥാനത്തിൽ 7ാമത്തെ വലിയ രാജ്യമാണ് ഇന്ത്യ. അപ്പൊ ഉത്തരം എന്ന് പറയുന്നത് സി ആണ്, 7. ഓക്കെ, ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, ദ ഹൈപ്പോത്തിസിസ് പുട്ട് ഫോർവേഡ് ബൈ ഇമാനുവൽ കാന്ത് റിഗാർഡിംഗ് ദ ഒറിജിൻ ഓഫ് പ്ലാനറ്റ്സ്. ഗ്രഹങ്ങളുടെ ഉത്ഭവത്തെ കുറിച്ച് ഇമാനുവൽ കാന്ത് ആവിഷ്കരിച്ച സിദ്ധാന്തം ഏത് എന്നതാണ്. 4 ഓപ്ഷൻസ് ഉണ്ട്. അതിൽ നിങ്ങൾ മറ്റൊരു കൺഫ്യൂഷനും വേണ്ട, ഡയറക്റ്റ് ആയിട്ട് പോവാം. നെബുലാർ ഹൈപ്പോത്തിസിസ്, നെബുലാർ സിദ്ധാന്തമാണ് ഇമാനുവൽ കാന്ത്. അതായത് നിങ്ങളുടെ ആ ഒരു ഫണ്ടമെന്റൽസ് ഓഫ് ഫിസിക്കൽ ജോഗ്രഫിയിലെ ചാപ്റ്ററിൽ, 2ാമത്തെ ചാപ്റ്ററിൽ വരുന്നതാണ്. ഒറിജിൻ ഓഫ് യൂണിവേഴ്സ് എന്ന് പറഞ്ഞ പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിയെ പറ്റിയൊക്കെ പഠിക്കുന്ന ചാപ്റ്ററിൽ ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡയറക്റ്റ് ആയിട്ട് ആദ്യം പറയുന്ന ഒരു പേരും ഇദ്ദേഹത്തിന്റെ തന്നെയാണ്. നെബുലാർ ഹൈപ്പോത്തിസിസ് അദ്ദേഹം കൊണ്ടുവന്നതിന് ശേഷമാണ് എന്താണ് ഫ്രഞ്ച് സയന്റിസ്റ്റ് ലാപ്ലേസ് അത് മോഡിഫൈ ചെയ്യുന്നത്, അത് പരിഷ്കരിക്കുന്നത് ലാപ്ലേസ്. ഓക്കെ, അപ്പൊ ലാപ്ലേസും നെബുലാർ സിദ്ധാന്തം തന്നെയാണ്, പക്ഷെ അത് പരിഷ്കരിക്കുന്നത് ഇമാനുവൽ കാന്ത് കൊണ്ടുവന്നതിന് ശേഷമാണ്. അപ്പോൾ ഒരു സംശയവും വേണ്ട, ഉത്തരം നെബുലാർ സിദ്ധാന്തമാണ്. 3ാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ദ വിൻഡ് ദാറ്റ് ബ്ലോസ് പാരലൽ ടു ഐസോബാർ. ഐസോബാർ എന്ന് പറയുമ്പോൾ സമമർദ്ദ രേഖകളാണ് ഐസോബാർ. ഓക്കെ, അപ്പോൾ സമമർദ്ദ രേഖകൾക്ക് സമാന്തരമായി വീശുന്ന കാറ്റ്, അവിടെയും ഒരു സംശയം വേണ്ട, എന്താണ് ബി ആണ് ഉത്തരം. ജിയോസ്ട്രോഫിക് വിൻഡ് അല്ലെങ്കിൽ ജിയോസ്ട്രോഫിക് കാറ്റുകളാണ് അതിന്റെ ഉത്തരം. അപ്പൊ ഇതും ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ വിത്ത് ഡയഗ്രാം നിങ്ങളുടെ ടെക്സ്റ്റിൽ, NCERT ടെക്സ്റ്റിലൊക്കെ ഡയറക്റ്റ് ഡയഗ്രാം വരച്ച് തന്നെ ഇത് കാണിക്കുന്നുണ്ട്. അത് മാത്രമല്ല നിങ്ങൾ ഇതിന് മുൻവർഷ ക്ലാസ്സുകളിലും ഇത് പഠിച്ചിട്ടുള്ളതാണ് ജിയോസ്ട്രോഫിക് വിൻഡിനെ പറ്റി. അപ്പോൾ ഇതും ചിലപ്പോൾ കൺഫ്യൂസിങ് ആവാം. അപ്പൊ നിങ്ങൾക്ക് ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ ഈ കൂൾ ഓഫ് ടൈമിൽ നിങ്ങൾക്ക് അത് അറിയത്തില്ല എന്ന് വിചാരിക്കുക. അപ്പൊ നിങ്ങൾക്ക് ഈ 5 എണ്ണത്തിൽ ഏതെങ്കിലും 4 എണ്ണം അറ്റൻഡ് ചെയ്താൽ മതിയല്ലോ. അപ്പൊ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം, അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിച്ച് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ട്, ഇനി ഇപ്പൊ ജെറ്റ് സ്ട്രീം ആണോ ജിയോസ്ട്രോഫിക് വിൻഡ് ആണോ എന്നൊരു സംശയം ഉണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് അത് സ്കിപ്പ് ചെയ്യാം. അങ്ങനെ സംശയം ഉള്ളത് നിങ്ങൾ ഇപ്പൊ 1 വേർഡ് ആയതുകൊണ്ട് നമുക്ക് എഴുതി കഴിഞ്ഞാൽ തെറ്റി കഴിഞ്ഞാൽ അത് 1 മാർക്ക് പോകും.
അപ്പോൾ നമുക്ക് അതിൽ വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അല്ലേ, 2 ഉത്തരം എഴുതാനൊന്നും പറ്റൂലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് സ്കിപ്പ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യുക. അതുപോലെ ബോർഡ് എക്സാമിൽ വരുമ്പോഴും ഇങ്ങനെ 5 എണ്ണത്തിൽ ഏതെങ്കിലും ഡൗട്ട് ഉള്ള ക്വസ്റ്റ്യൻ ജസ്റ്റ് അതൊന്ന് ഇഗ്നോർ ചെയ്യുക, ബാക്കി 4 എണ്ണം അറ്റൻഡ് ചെയ്യുക. അടുത്ത ചോദ്യം വളരെ എളുപ്പമുള്ള ഒരു ചോദ്യമാണ്. പർവ്വത രൂപീകരണ പ്രക്രിയകളെ ഏത് പേരിൽ വിളിക്കുന്നു എന്നതാണ്. അത് ഡയറക്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്, അല്ല എളുപ്പമുള്ള ഒരു ചോദ്യമാണ്. മറ്റൊരു ഡൗട്ടും വേണ്ട, ഓറോജെനിക് എന്നാണ്. ഓറോജെനിക്. അപ്പൊ ഓറോജനി, ഓറോഗ്രഫി എല്ലാം ഓറോ എന്ന് പറയുന്ന വാക്ക് കേൾക്കുമ്പോഴേ, ഓറോ എന്ന് കേൾക്കുമ്പോഴേ എന്താണ്, മൗണ്ടൻ എന്ന് ആലോചിക്കുക കേട്ടോ. മൗണ്ടൻ ആണ് ആ വാക്കിന്റെ അർത്ഥം, മൗണ്ടൻ എന്നാണ്. ഓറോജനി ആണ്, ഓറോജനിക് അല്ലെങ്കിൽ ഓറോജനി ആണ് പർവ്വത രൂപീകരണം. ഓക്കെ, അടുത്ത 5ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഡാഷ് ഈസ് മീറ്റിയോറോളജിക്കലി എ വെരി ഇമ്പോർട്ടന്റ് ഗ്യാസ് ഇൻ അറ്റ്മോസ്ഫിയർ. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കേണ്ട വാക്ക് കാലാവസ്ഥപരമായി, മീറ്റിയോറോളജിക്കലി ആണ്. അപ്പൊ ആ വാക്ക് കേൾക്കുമ്പോഴേ, കാര്യം ബാക്കി 4 താഴെ കൊടുത്തിരിക്കുന്ന ഗ്യാസസ് ഇമ്പോർട്ടന്റ് ആണ്, പക്ഷെ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് കാർബൺ ഡയോക്സൈഡ് ആണ് മീറ്റിയോറോളജിക്കലി. കാരണം നിങ്ങളിപ്പം ലൈഫ് സപ്പോർട്ടിംഗ് ഗ്യാസ്, ജീവന്റെ നിലനിൽപ്പിന് അത്യാവശ്യമായ വാതകം എന്നൊക്കെ ചോദിച്ചാൽ ഓക്സിജൻ നിങ്ങൾക്ക് പോവാം. അതുപോലെ നൈട്രജൻ, ഹീലിയം ഒക്കെ പറയുമ്പോൾ നൈട്രജൻ ഏറ്റവും കൂടുതലുള്ള വാതകമാണ് അല്ലേ. അപ്പോൾ അത് 78% അന്തരീക്ഷത്തിൽ ഉള്ള ഇതാണ്. അപ്പൊ പക്ഷേ ഇത് മറ്റു കാര്യങ്ങൾ നമ്മൾ ഇപ്പൊ ഈവൻ ലൈഫ് ആണെങ്കിലോ അല്ലെങ്കിൽ കാലാവസ്ഥാപരമായൊക്കെ നോക്കുമ്പോഴും മീറ്റിയോളജിക്കലേക്ക് നോക്കുമ്പോഴും നൈട്രജൻ എത്രത്തോളം ഇമ്പോർട്ടന്റ് അല്ല, ഏറ്റവും കൂടുതൽ ഉണ്ടെങ്കിലും. ഓക്സിജൻ ലൈഫ് സപ്പോർട്ടിംഗ് ഗ്യാസ് ആണ്. അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുകയാണ്, ജീവന്റെ നിലനിൽപ്പിന് അന്തരീക്ഷത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള വാതകം എന്ന് ചോദിച്ചാൽ ഡയറക്റ്റായി നിങ്ങൾക്ക് ഓക്സിജൻ ലോക്ക് ചെയ്യാം. പക്ഷേ ഇവിടെ ചോദിച്ചിരിക്കുന്ന കാലാവസ്ഥപരമായാണ്. അതായത് ഈ തന്നിരിക്കുന്നവയിൽ ഏതെങ്കിലും ഒന്ന് കൂടിയാലോ കുറഞ്ഞാലോ ഒക്കെ കാലാവസ്ഥയിൽ ചൂട്, താപം അല്ലെ കൂടുകയോ കുറയുകയൊക്കെ ചെയ്യും. അപ്പോൾ മറ്റൊരു സംശയം വേണ്ട, കാർബൺ ഡയോക്സൈഡ് ആണ് അതിന്റെ ഉത്തരം കേട്ടോ. അപ്പൊ ഓപ്ഷൻ ഡി ആണ് ഉത്തരം, കാർബൺ ഡയോക്സൈഡ്. ഓക്കെ, അപ്പോൾ 5 ചോദ്യങ്ങൾ, അതിൽ ഏതെങ്കിലും 4 എണ്ണം അറ്റൻഡ് ചെയ്താൽ മതി. അപ്പൊ 5 ചോദ്യങ്ങളുടെ ഉത്തരം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഇനി നമുക്ക് അടുത്ത സെക്ഷനിലോട്ട് പോകാം. ഇത് ഇനി ഡയറക്റ്റ് നമ്മൾ പണ്ട് കണ്ട പോലെ തന്നെ 2 മാർക്കിന്റെ ചോദ്യമാണ് അടുത്തത്. അതിലും 10 എണ്ണം ഉണ്ട്, എനിക്ക് 8 എണ്ണം എഴുതിയാൽ മതി, 6 to 15. ഓക്കെ, അപ്പോൾ 6ാമത്തെ ചോദ്യം. ഇതുവരെ കഴിഞ്ഞ 3 എക്സാമുകൾക്ക്, കഴിഞ്ഞ 3 എക്സാമുകൾ എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ബോർഡ് എക്സാം, +1 ബോർഡ് എക്സാം, കഴിഞ്ഞ മോഡൽ എക്സാം, കഴിഞ്ഞ വർഷത്തെ +1 ഇംപ്രൂവ്മെന്റ് എക്സാം, ഈ 3 ചോദ്യ പേപ്പറിലും ഇല്ലാത്തൊരു ചോദ്യമായിരുന്നു ലിസ്റ്റ് ഔട്ട് 4 ഫിസിയോഗ്രഫിക് ഡിവിഷൻസ് ഓഫ് ഇന്ത്യ. പക്ഷേ 2022-ലും 2021-ലും എല്ലാം പല രീതിയിലും റിപ്പീറ്റ് വന്ന് ഇവനൊരു എസ്സേ ആയിട്ടൊക്കെ ചോദിച്ചൊരു ചോദ്യമായിരുന്നു ഫിസിയോഗ്രഫിക് ഡിവിഷൻസ് അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭൂപ്രകൃതി വിഭാഗങ്ങളിൽ ഏതെങ്കിലും 4 എണ്ണം എഴുതുക, അല്ലെങ്കിൽ പട്ടികപ്പെടുത്തുക. 4 എണ്ണം എഴുതിയാൽ മതി, അതിനെപ്പറ്റി ഡിഫൈൻ പോലും ചെയ്യേണ്ട. കാരണം 2 മാർക്കാണ്, 4 പോയിന്റ്. അപ്പൊ 4 ഫിസിയോഗ്രഫിക് ഡിവിഷൻസ് മാത്രം എഴുതിയാൽ മതി. അപ്പോൾ അത് പറയുകയാണെങ്കിൽ ഇന്ത്യയുടെ ഭൂപ്രകൃതി വിഭാഗങ്ങൾ 6 എണ്ണം ഉണ്ട് നിങ്ങളുടെ ടെക്സ്റ്റിൽ. അപ്പോൾ 6 എണ്ണത്തിൽ ഏതെങ്കിലും 4 എണ്ണം എഴുതിയാൽ മതി. അപ്പൊ നിങ്ങൾക്ക് ഒരു ഓർഡറിൽ പഠിച്ചു വെക്കാം, ഏറ്റവും മുകളിൽ നിന്ന്, ഇന്ത്യയുടെ ഏറ്റവും ടോപ്പിൽ നിന്ന് താഴോട്ടുള്ള രീതിയിൽ പഠിച്ചു വെക്കാം. അതായിരിക്കും കുറച്ചുകൂടി എളുപ്പം, ഓർത്തിരിക്കാനും എളുപ്പം. അപ്പൊ ഏറ്റവും മുകളിൽ ഹിമാലയാസ് ഉണ്ട് അല്ലെ, നോർത്ത് ആൻഡ് നോർത്ത് ഈസ്റ്റ് മൗണ്ടൻസ്, വടക്ക് കിഴക്കൻ പർവ്വത നിരകൾ. അപ്പോ അതിലൂടെ നിങ്ങൾ തുടങ്ങാം. ആദ്യം ഹിമാലയാസ് ഏറ്റവും മുകളിൽ, തൊട്ട് താഴെ നോർത്തേൺ പ്ലെയിൻസ് ഉത്തര മഹാസമതലങ്ങൾ. അപ്പോൾ ആദ്യം വടക്ക് കിഴക്കൻ പർവ്വതനിരകൾ അല്ലെങ്കിൽ ഹിമാലയാസ് എന്ന് എഴുതിയാലും മതി. ഇപ്പം വടക്ക് കിഴക്കൻ പർവ്വതനിരകൾ നിങ്ങൾ എഴുതിയില്ലെങ്കിലും ഹിമാലയാസ് എന്ന് എഴുതിയാലും അത് കറക്റ്റ് ആണ്. അപ്പൊ ഹിമാലയാസ് എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ അടുത്തത് ഉത്തര മഹാസമതലങ്ങളാണ്. ഹിമാലയാസ് എന്ന് എഴുതാം, അതിന് പകരം നോർത്തേൺ പ്ലെയിൻസ് ഉത്തര മഹാസമതലങ്ങൾ എന്ന് എഴുതാം. അതുപോലെ തന്നെ ഉപദ്വീപീയ പീഠഭൂമി താഴോട്ട് വരുവാണെങ്കിൽ ഏറ്റവും മധ്യത്തിലായി കാണപ്പെടുന്നതാണ് പെനിൻസുലാർ പ്ലേറ്റു. എത്ര എണ്ണമായി? 3 എണ്ണമായി. ഇവൻ നിങ്ങൾ പെനിൻസുലാർ പ്ലേറ്റു എഴുതിയില്ലെങ്കിലും ഇന്ത്യൻ മരുഭൂമി എഴുതാം. അതും വടക്ക് പടിഞ്ഞാറായിട്ട് കാണപ്പെടുന്നതാണ്, നോർത്ത് വെസ്റ്റ് ആയിട്ട് കാണപ്പെടുന്നതാണ് ഇന്ത്യയുടെ. അപ്പോൾ ഇന്ത്യൻ മരുഭൂമി, ഇന്ത്യൻ ഡെസേർട്ട്, അല്ലെങ്കിൽ ഇവിടെ നിങ്ങൾ താർ ഡെസേർട്ട് എന്ന് എഴുതാം, താർ ഡെസേർട്ട് എന്ന് എഴുതാം. പിന്നെ 2 തീരസമതലങ്ങളുണ്ട്, അത് തീരസമതലങ്ങൾ എന്ന് എഴുതിയാലും മതി. ഏതെല്ലാം ഉണ്ട്? വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻസും ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻസും ഉണ്ട്. അത് നിങ്ങളുടെ ഈ വർഷത്തെ അതായത് ഈ ചോദ്യ പേപ്പറിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, വെസ്റ്റേൺ ആൻഡ് ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻസ്. ഇത് നിങ്ങളുടെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ ഈ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ കിടപ്പുണ്ട്. അപ്പോൾ വെസ്റ്റേൺ ഓർ ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോസ്റ്റൽ പ്ലെയിൻ എഴുതിയാലും മതി. ഇനി ദ്വീപുകളുണ്ട്, അവിടെ 2 ദ്വീപുകളുണ്ട്. അറേബ്യൻ സീയിൽ ഒരു ദ്വീപുണ്ട്, ലക്ഷദ്വീപിൽ അല്ലെങ്കിൽ നമ്മുടെ അറേബ്യൻ സീയിലുള്ള ലക്ഷദ്വീപും ഉണ്ട്, ബേ ഓഫ് ബംഗാളിലുള്ള ആൻഡമാനും ഉണ്ട് അല്ലെ. അപ്പോൾ ഏതെങ്കിലും ഒന്ന് എഴുതാം, അല്ലെങ്കിൽ 2 ദ്വീപുകൾ എന്ന് എഴുതാം, ഐലൻഡ് ഗ്രൂപ്പ്സ് എന്ന് എഴുതാം, ദ്വീപ് സമൂഹങ്ങൾ എന്ന് എഴുതാം. അപ്പൊ 6 എണ്ണം ഉണ്ട്, ഏതെങ്കിലും 4 എണ്ണം എഴുതിയാൽ മതി. അവിടെ നിങ്ങൾക്ക് ഓപ്ഷൻ വരുന്നുണ്ട് അല്ലെ. 6 എണ്ണം എന്തായാലും പഠിച്ചു വെച്ചേക്കുക, ഒരു ഓർഡറിൽ പഠിക്കുക. ഏറ്റവും നോർത്തിൽ നിന്ന് സൗത്തിലോട്ട് പഠിച്ചു വെക്കുക. അപ്പോൾ നോർത്തിൽ ഏറ്റവും വടക്ക് കിഴക്കൻ പർവ്വതനിരകൾ അല്ലെങ്കിൽ ഹിമാലയാസ് എഴുതാം. ഉത്തര മഹാസമതലങ്ങൾ അല്ലെങ്കിൽ ആദ്യം നോർത്തേൺ മൗണ്ടൻസ് എഴുതാം, രണ്ടാമത് നോർത്തേൺ പ്ലെയിൻസ് എഴുതാം, പിന്നെ ഉപദ്വീപീയ പീഠഭൂമി പെനിൻസുലാർ പ്ലേറ്റു എഴുതാം, പിന്നെ ഇന്ത്യൻ മരുഭൂമി താർ ഡെസേർട്ട് എന്ന് എഴുതാം, അല്ലെങ്കിൽ ഇന്ത്യൻ ഡെസേർട്ട് എന്ന് എഴുതാം. തീരസമതലങ്ങൾ കോസ്റ്റൽ പ്ലെയിൻസ്, ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻസും വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻസും, പിന്നെ ദ്വീപുകൾ, അതും
ഏതെങ്കിലും ദ്വീപിന്റെ ഒരു പേര് എഴുതിയാലും കറക്റ്റ് ആണ്. അല്ലെങ്കിൽ ലക്ഷദ്വീപ് എന്നോ ആൻഡമാൻ എന്നോ എഴുതാം, അല്ലെങ്കിൽ ഐലൻഡ്സ് എന്ന് എഴുതാം, ഐലൻഡ്സ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ഐലൻഡ്സ് എന്നോ എഴുതാം. ഓക്കെ, അപ്പം 6 ഉണ്ട്. 6 ഒന്ന് പഠിച്ചു വെച്ചേക്കാം. ചിലപ്പോൾ ഇനി വേറെ രീതിയിൽ ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ചോദിക്കുക, അപ്പോഴും നിങ്ങൾക്ക് ഇത് എഴുതാൻ സാധിക്കും. സോ ഇമ്പോർട്ടന്റ് ആണ്. 2 മാർക്കിന് ഏതെങ്കിലും 4 എഴുതാനേ ചോദിച്ചിട്ടുള്ളൂ. ഓക്കെ, അടുത്ത ചോദ്യം എന്ന് പറയുന്നത് 2 ടേമുകളെ ഡിഫൈൻ ചെയ്യാനാണ്. അതായത് തന്നിരിക്കുന്ന പദങ്ങളെ നിർവചിക്കുക. ക്ലൈമറ്റോളജി, ഹൈഡ്രോളജി. ഇത് മുൻ വർഷം ഇത് ജിയോമോർഫോളജി ചോദിച്ചിട്ടുണ്ട്. 2023 ബോർഡിൽ കഴിഞ്ഞ വർഷത്തെ മെയിൻ +1 എക്സാമിന് ജിയോമോർഫോളജി എന്ന വാക്കിനെ നിർവചിക്കാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം വരുന്നത് നമ്മുടെ ഉപശാഖകളായിട്ടാണ്. ജോഗ്രഫിയുടെ, അതും സിസ്റ്റമാറ്റിക് ജോഗ്രഫിയുടെ സബ് ബ്രാഞ്ചസ് ആയിട്ട് ചോദിക്കും. അപ്പൊ സാമ്പ്രദായ ഭൂമിശാസ്ത്രത്തിന്റെ തന്നെ ഉപശാഖകളാണ്. ഇത് കാണാൻ സാധിക്കും നിങ്ങൾക്ക്. കാലാവസ്ഥ ശാസ്ത്രം, ഇപ്പൊ മലയാളത്തിലും ഇവർ ക്ലൈമറ്റോളജി, ഹൈഡ്രോളജി എന്ന് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അല്ലാതെ കാലാവസ്ഥ ശാസ്ത്രം എന്നോ അതുപോലെ ജലശാസ്ത്രം എന്നോ കൊടുത്തിട്ടില്ല. കാരണം അതങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇതിന്റെ ഉത്തരം എഴുതാൻ സാധിക്കും. അപ്പോൾ കറക്റ്റ് ഇംഗ്ലീഷിന്റെ മലയാളമാണ് മലയാളം പാർട്ടിലും കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ ശ്രദ്ധിക്കും മനസ്സിലാവും. അല്ലെ, ഏതാണ്ട് ഇവിടെ കറക്റ്റ് ഇവിടെ ഏതാണ്ട് ക്ലൈമറ്റോളജി എന്ന് ഹൈഡ്രോളജി എന്ന് തന്നെയാണ് മലയാളത്തിൽ ഇവിടെ വ്യാഖ്യാനിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളത് എഴുതുമ്പോൾ കാലാവസ്ഥ, ക്ലൈമറ്റ് എന്ന് കേൾക്കുമ്പോഴല്ലേ കാലാവസ്ഥ ശാസ്ത്രം, അതുപോലെ ഹൈഡ്രോളജി ജലശാസ്ത്രം എന്ന് എഴുതുക. അപ്പോൾ എന്താണ് കാലാവസ്ഥ ശാസ്ത്രം? സ്റ്റഡി ഓഫ് അറ്റ്മോസ്ഫിയർ ആൻഡ് അറ്റ്മോസ്ഫിയറിക് ഫിനോമിന. അതുപോലെ ഹൈഡ്രോളജി എന്ന് പറയുന്നത് സ്റ്റഡി ഓഫ് വാട്ടർ റിസോഴ്സ്. വളരെ സിമ്പിൾ ആണ്. 2 ഒറ്റ സെന്റൻസിൽ എഴുതാവുന്ന ഒരു ടേംസ് ആയിരുന്നു. അന്തരീക്ഷത്തെ കുറിച്ചും അന്തരീക്ഷ പ്രതിഭാസങ്ങളെ കുറിച്ചുമുള്ള പഠനമാണ് ക്ലൈമറ്റോളജി അല്ലെങ്കിൽ കാലാവസ്ഥ ശാസ്ത്രം. ജലവിഭവങ്ങളെ കുറിച്ചുള്ള പഠനമാണ് ജലശാസ്ത്രം, സ്റ്റഡി ഓഫ് വാട്ടർ റിസോഴ്സ്. ഇതുപോലെ മറ്റ് ശാഖകളുണ്ട് കേട്ടോ. സോയിൽ ജോഗ്രഫി ഉണ്ട്, മണ്ണ് ഭൂമിശാസ്ത്രം. അതുപോലെ തന്നെ ഹ്യൂമൻ ജോഗ്രഫിയിലോട്ട് വരുവാണെങ്കിൽ അവിടെയും പോപ്പുലേഷൻ ജോഗ്രഫി ഉണ്ട്, സോഷ്യൽ ജോഗ്രഫി, സാമൂഹ്യ ഭൂമിശാസ്ത്രം, എക്കണോമിക് ജോഗ്രഫി, സാമ്പത്തിക ഭൂമിശാസ്ത്രം, ഹിസ്റ്റോറിക്കൽ ജോഗ്രഫി, ചരിത്ര ഭൂമിശാസ്ത്രം, അങ്ങനെ പോകുന്നുണ്ട്. അപ്പൊ നിങ്ങളത് എല്ലാത്തിന്റെയും ആ ഒരു ഒറ്റ വരിയല്ലേ ഉള്ളൂ. അപ്പൊ ഇത് എന്തായാലും 1 മാർക്ക്. അപ്പൊ ഇതിലിപ്പോ 7ാമത്തെ ചോദ്യമായിട്ട് 2 ചോദ്യം ചോദിച്ചിട്ടുണ്ട്, എയും ബിയും. അപ്പൊ ഒന്നിന് 1 മാർക്ക്, ബിക്ക് അടുത്ത ഹൈഡ്രോളജി 1 മാർക്ക്, അങ്ങനെയാണ്. അപ്പൊ 2 മാർക്ക് നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു 7ാമത്തെ ചോദ്യം. അപ്പോൾ അത് ഈ പറഞ്ഞ സാമ്പ്രദായം, അതുപോലെ തന്നെ റീജിയണൽ ജോഗ്രഫി, മേഖലാ ഭൂമിശാസ്ത്രം ഒന്ന് വായിച്ചു വെച്ചേക്കുക. എങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം. ഞാൻ കഴിഞ്ഞ വർഷം റീജിയണൽ ജോഗ്രഫിയുടെ ചോദ്യം കഴിഞ്ഞ വർഷത്തെ ഒരു ചോദ്യ പേപ്പറിൽ ഉണ്ടായിരുന്നു, കഴിഞ്ഞ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ അവിടെയും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതേ കണക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ ഒരു കോളമൊക്കെ വരച്ച് ചോദിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വേർഡ് എടുത്ത് ഇതേ കണക്ക് പദങ്ങളെ നിർവചിക്കുക എന്ന രീതിയിൽ, ഡിഫൈൻ ടൈംസ് എന്ന രീതിയിലും ചോദിക്കാറുണ്ട്. 8ാമത്തെ ചോദ്യം ഒരു ഡയറക്റ്റ് അല്ല, ഒരു ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്നതാണ്. പക്ഷെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. The lava that cools within the crustal portions assume different forms. അപ്പോൾ ഇതൊരു ടേമിന്റെ ഡെഫിനിഷൻ ആയിട്ട് വരുന്ന ഒരു സെന്റൻസ് എടുത്ത് ചോദിച്ചിട്ട് ഐഡന്റിഫൈ, എന്താണ് ഈ പറഞ്ഞത്, ഏത് കാര്യമാണ്, ഏത് കാര്യത്തെ പറ്റിയാണ് ഇവിടെ പറഞ്ഞത്, അതിലേതെങ്കിലും എഴുതുക. ആ പറഞ്ഞ ലാൻഡ് ഫോംസിനെ എഴുതുക എന്നതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഭൂവൽക്കത്തിന്റെ ഉള്ളിൽ വെച്ച് ലാവ തണുത്തുറഞ്ഞ് വ്യത്യസ്ത രൂപങ്ങൾ ഉണ്ടാകുന്നു എന്ന് നമുക്കറിയാം. അപ്പൊ ഉള്ളിൽ വെച്ചാണ് അല്ലെ, ഭൂവൽക്കത്തിന്റെ അല്ലെങ്കിൽ ക്രസ്റ്റിന്റെ ഉള്ളിൽ വെച്ചാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ളവയെ വിളിക്കുന്ന പേരാണ് ആന്തരാഗ്നേയ ശിലകൾ. ആഗ്നേയ ശിലകൾ എന്ന് പറയുമ്പോൾ ഇഗ്നിയസ് റോക്ക് പുറത്ത് രൂപപ്പെടുന്നതാണ്. അപ്പോൾ ഉള്ളിൽ ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ അതെന്താണ്, ആന്തരാഗ്നേയ ശിലകളാണ്, ഉള്ളിൽ ഉണ്ടാവുന്നു. ഇംഗ്ലീഷിൽ ഇൻട്രൂസീവ് ലാൻഡ് ഫോംസ് എന്ന് പറയും. ഡയറക്റ്റ് ആയിട്ട് ഒരു അങ്ങനെ ചോദിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുമായിരുന്നു. പക്ഷേ ഇത് ഇപ്പം ഒരു ഇൻഡയറക്റ്റ് ആയിട്ട് അങ്ങ് ചോദിച്ചിരിക്കുന്നതാണ്. അപ്പൊ എന്താണ് ഈ പറഞ്ഞ ഇൻട്രൂസീവ് ലാൻഡ് ഫോംസ്, അല്ലെങ്കിൽ വേറൊരു രീതി പറഞ്ഞാൽ അന്തർവേദ അഗ്നിപർവ്വത രൂപങ്ങൾ എന്നും പറയും. എന്താണ് അന്തർവേദ അല്ലെങ്കിൽ ആന്തരാഗ്നേയ ശിലകൾ എന്നും പറയും, അല്ലെങ്കിൽ അന്തർവേദ അഗ്നിപർവ്വത രൂപങ്ങൾ എന്നും പറയും. അപ്പോൾ അതാണ് എഴുതേണ്ടത്. ആദ്യം നിങ്ങൾ ഇൻട്രൂസീവ് ലാൻഡ് ഫോംസ്, ഇൻട്രൂസീവ് ഇഗ്നിയസ് ലാൻഡ് ഫോംസ് എന്ന് എഴുതിയിട്ട്, ഇതിപ്പോ 4 എണ്ണം ഉണ്ട്, 4 അല്ല അതിൽ കൂടുതലുണ്ട്. ഈ ചിത്രത്തിൽ കാണുന്ന പോലെ ഒരുപാടുണ്ട്. ലാപ്പോലിത്ത് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇത് പക്ഷെ 4 എണ്ണം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒരു 2 3 അല്ലെങ്കിൽ 4 എണ്ണം എഴുതാം. പേര് മാത്രം എഴുതിയാൽ മതി അവിടെയും, കാരണം ഇത് 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങൾ അന്തർവേദ അഗ്നിപർവ്വത രൂപങ്ങൾ അല്ലെങ്കിൽ ആന്തരാഗ്നേയ ശിലകൾ എന്ന് എഴുതുമ്പോൾ തന്നെ 1 മാർക്ക് കിട്ടുന്നു. ഇനി ഇതിൽ ഏതെങ്കിലും ഒന്നോ അല്ലെങ്കിൽ 2 3 എഴുതുക. അപ്പൊ ബാത്തോലിത്ത് വിസ്തൃതമായ അന്തർവേദ ശിലയാണ്. ഇവ കാണുന്നുണ്ട് ഇവിടെ. ബാത്തോലിത്ത് ഏറ്റവും താഴെ രൂപം കൊള്ളുന്നതാണ്. പിന്നെ ലാക്കോലിത്ത് ഉണ്ട്, ഡോം ആകൃതി, ഡോം ആകൃതിയിൽ രൂപം കൊള്ളുന്നതാണ് ലാക്കോലിത്ത്. പിന്നെ സില്ല് വരുന്ന ഷീറ്റ് പോലെ രൂപം കൊള്ളുന്നതും ഡൈക്ക് ലംബതലത്തിൽ വെർട്ടിക്കലായിട്ട് രൂപം കൊള്ളുന്നതാണ്. അപ്പൊ ഈ രീതിയിൽ ഏതെങ്കിലും പേര് മാത്രം എഴുതിയാൽ മതി ഇവിടെ. പക്ഷെ ചിലപ്പോൾ ഇത് നേരത്തെ നമ്മൾ പദങ്ങളെ നിർവചിക്കുക എന്ന പോലെ ഏതെങ്കിലും ഒന്നെടുത്ത് അങ്ങനെ ചോദിക്കാറുമുണ്ട്. ഇതൊന്ന് വായിച്ച് പഠിച്ചു വെച്ചേക്കുക, ഇമ്പോർട്ടന്റ് ആണ്, കഴിഞ്ഞ എക്സാമിന് ചോദിച്ചല്ലോ. ഇനി 9th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, അപ്പൊ ഈ ഇൻട്രൂസീവ് ലാൻഡ് ഫോംസ് 2023 ബോർഡ്, അതായത് കഴിഞ്ഞ വർഷത്തെ ബോർഡ് എക്സാമിന് ഇൻട്രൂസീവ് ഫോംസ് എന്ന് ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിരുന്നു. അപ്പോൾ അതും ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു, ഈ ചോദ്യം എന്ന് പറയുന്നത് ജിയോമോർഫോളജി കഴിഞ്ഞ ബോർഡ് എക്സാമിന് 2023 ബോർഡ് എക്സാമിന് ചോദിച്ചതായിരുന്നു.
ഇവിടെ ഇൻട്രൂസീവ് ഫോംസ് അതായത് ഇൻഡയറക്റ്റ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് കഴിഞ്ഞ വർഷത്തെ ബോർഡ് എക്സാമിന് 23 ബോർഡ് എക്സാമിന് ചോദിച്ചതായിരുന്നു ഇൻട്രൂസീവ് ലാൻഡ് ഫോംസ്. അപ്പോൾ അത് രണ്ടും റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇനി 9th ക്വസ്റ്റ്യനിലോട്ട് വരുവാണെങ്കിൽ ഇത് എർത്ത് ക്വേക്ക് അല്ല കഴിഞ്ഞ വർഷം ചോദിച്ചത്, അതിന് പകരം ലാൻഡ് സ്ലൈഡ് മണ്ണിടിച്ചിലിനെ പറ്റി കഴിഞ്ഞ വർഷത്തെ ബോർഡ് എക്സാമിന് 2021 വീണ്ടും 2023 ബോർഡ് എക്സാമിന് ലഘൂകരിക്കൽ മാർഗങ്ങൾ അല്ലെങ്കിൽ മിറ്റിഗേഷൻ സ്റ്റെപ്സ് മെഷേഴ്സ് എന്ന രീതിയിൽ ലാൻഡ് സ്ലൈഡ് ആണ് കഴിഞ്ഞ വട്ടം ചോദിച്ചത്. ഈ വട്ടം എന്താ ചോദിച്ചത്? അപ്പോൾ എർത്ത് ക്വേക്ക്. അപ്പൊ ഞാൻ കഴിഞ്ഞ വർഷത്തെ ചോദ്യങ്ങളുടെ അനാലിസിസ് വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു ഫ്ലഡ്, എർത്ത് ക്വേക്ക്, ലാൻഡ് സ്ലൈഡ് ഇവ മൂന്നുമാണ് സാധാരണ തിരിച്ചും മറിച്ചൊക്കെ ചോദിക്കാറുള്ളത്. അപ്പൊ കഴിഞ്ഞ വർഷം ലാൻഡ് സ്ലൈഡ് ചോദിച്ചതുകൊണ്ട് ഈ വട്ടം എർത്ത് ക്വേക്കോ ഫ്ലഡോ ചോദിക്കാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഫ്ലഡും ചോദിച്ചിരുന്നു കഴിഞ്ഞ വർഷത്തെ 3 ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ, അതായത് ബോർഡ് മോഡൽ ഇംപ്രൂവ്മെന്റിൽ 2 വട്ടം ഈ പറഞ്ഞ കണക്ക് ലാൻഡ് സ്ലൈഡും ഫ്ലഡും ചോദിച്ചിരുന്നു. അപ്പൊ ഈ വട്ടം എന്ത് ചോദിച്ചു? എർത്ത് ക്വേക്ക് ചോദിച്ചു. അപ്പൊ ഡയറക്റ്റ് അപ്പൊ നമുക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് നടത്തിയപ്പോൾ കൃത്യമായി ഞാൻ പറഞ്ഞിരുന്നു എർത്ത് ക്വേക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട് എന്നത്. അതുകൊണ്ട് തന്നെ ഈ വട്ടം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതെല്ലാമാണ് എർത്ത് ക്വേക്ക് മിറ്റിഗേഷൻ അല്ലെങ്കിൽ ലഘൂകരിക്കൽ മാർഗങ്ങൾ നോക്കാം. 4 എണ്ണം ഉണ്ട്. ഏതെങ്കിലും 2 എണ്ണം എഴുതിയാൽ മതി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിലേതെങ്കിലും 2 എണ്ണം എഴുതാം. എസ്റ്റാബ്ലിഷ് എർത്ത് ക്വേക്ക് മോണിറ്ററിംഗ് സെന്റേഴ്സ്, ഭൂകമ്പ നിരീക്ഷണ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ എഴുതുമ്പോൾ നിങ്ങൾ സ്വന്തമായി എഴുതാതെ ഇതേ കണക്കുള്ള കറക്റ്റ് പോയിന്റുകൾ എഴുതാൻ ശ്രമിക്കുക. കാരണം സ്വന്തമായിട്ട് നമ്മൾ എഴുതും ഇങ്ങനെ ലഘൂകരിക്കൽ മാർഗങ്ങൾ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് പെട്ടെന്ന് തോന്നുന്നതായിട്ടൊക്കെ എഴുതിയാലും അത് കറക്റ്റ് പോയിന്റ് ആവണമെന്നില്ല. അതുകൊണ്ട് ഇപ്പൊ പോയിന്റ് 4 എണ്ണം ഉണ്ടല്ലോ, അതുകൊണ്ട് ഇത് നിങ്ങൾ എഴുതി വെച്ച് തന്നെ പഠിക്കുക. ഭൂകമ്പ നിരീക്ഷണ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുക, അതായത് നമ്മുടെ സീസ്മോഗ്രാഫ് ഒക്കെ വെച്ചിട്ടുള്ള എർത്ത് ക്വേക്ക് അല്ലെ നമ്മൾ മെഷർ ചെയ്യുന്ന ഉപകരണങ്ങൾ ഉണ്ടല്ലോ, അപ്പൊ അതൊക്കെ ഉള്ള റിക്ടർ സ്കെയിലൊക്കെ ഉള്ള ഉപകരണങ്ങൾ പോലെ അതിനെയൊക്കെ ഉള്ള കേന്ദ്രങ്ങൾ സ്ഥാപിക്കുക. പിന്നെ പ്രിപ്പയർ എർത്ത് ക്വേക്ക് വൾണറബിലിറ്റി മാപ്പ്, അതായത് ഭൂകമ്പ ബാധിത പ്രദേശങ്ങളുടെ ഭൂപടം നിർമ്മിക്കുക. വൾണറബിൾ ആയിട്ടുള്ള, അതായത് നേരത്തെ വന്നിട്ടുള്ളതും വരാൻ സാധ്യതയായിട്ടുള്ള, അതായത് പ്ലേറ്റ് മൂവ്മെന്റ് ഒക്കെ നടക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളുണ്ടല്ലോ, അതിർത്തികൾ, പല അതിർത്തികളിൽ സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങളുണ്ടല്ലോ, അവയുടെയൊക്കെ ഒരു ഭൂപടം നിർമ്മിച്ചാൽ നല്ലതായിരിക്കും. അതാണ് ഭൂകമ്പ ബാധിത പ്രദേശങ്ങളുടെ ഭൂപടം നിർമ്മിക്കുക. അതുപോലെ തന്നെ 3ാമത്തത് ഡിസൈൻ ആൻഡ് കൺസ്ട്രക്ട് എർത്ത് ക്വേക്ക് റെസിസ്റ്റന്റ് ബിൽഡിംഗ്. മിക്കവരും എഴുതുന്ന ഒരു പോയിന്റ് ആണ്. ഭൂകമ്പ പ്രതിരോധ കെട്ടിടങ്ങൾ രൂപകൽപ്പന ചെയ്യുക അല്ലെ. അതായത് ഒരു വട്ടം ഉണ്ടായ സ്ഥലത്ത് വീണ്ടും നമ്മൾ എന്തെങ്കിലും കൺസ്ട്രക്ഷൻ കുറെ നാൾ കഴിഞ്ഞ് ചെയ്യുമല്ലോ, അവിടെ പുതിയ വീടുകൾ കെട്ടുമല്ലോ, അപ്പോൾ വീണ്ടും ഈ വളരെ വെയിറ്റ് കൂടിയതായിട്ടുള്ള ബിൽഡിംഗ് മെറ്റീരിയൽസ്, നിർമ്മാണ വസ്തുക്കൾ കൊണ്ടല്ലാതെ ലൈറ്റ് ആയിട്ടുള്ളവ കൊണ്ട് നിർമ്മിക്കുക. ഇപ്പൊ ജപ്പാനിലൊക്കെ അങ്ങനെയാണ് അവർ ചെയ്യുന്നത്. പിന്നെ 4ാമത്തെ പോയിന്റ് റെസ്ട്രിക്ട് ഹൈ റൈസ് ബിൽഡിംഗ്സ് ആൻഡ് ലാർജ് ഇൻഡസ്ട്രിയൽ ബിൽഡിംഗ്സ് ഇൻ എർത്ത് ക്വേക്ക് പ്രോൺ ഏരിയാസ്. ഭൂകമ്പ സാധ്യത പ്രദേശങ്ങളിൽ അമ്പരചുംബികളായ കെട്ടിടങ്ങളോ വൻകിട വ്യവസായങ്ങളോ സ്ഥാപിക്കാതിരിക്കുക, അല്ലെങ്കിൽ നിർമ്മാണം ഒഴിവാക്കുക എന്നതാണ്. ഇതും വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. ഇതിൽ ഏതെങ്കിലും 2 എണ്ണം എഴുതിയാൽ മതി, കാരണം 2 മാർക്കിന്റെ ചോദ്യമായിരുന്നു. അപ്പോൾ ഇതൊന്ന് വായിച്ച് പഠിച്ചു വെച്ചേക്കാം. ഇതുപോലെ എർത്ത് ക്വേക്ക് ചോദിച്ചു, കഴിഞ്ഞ വർഷങ്ങളിൽ ലാൻഡ് സ്ലൈഡും ഫ്ലഡും ചോദിച്ചു. അപ്പൊ അതിന്റെയും കൂടി മിറ്റിഗേഷൻ മെഷേഴ്സ് 4 എണ്ണമെങ്കിലും പഠിച്ചു വെച്ചേക്കാം. കാരണം ഇനിയിപ്പോ ഒരു 4 മാർക്കിന് ചോദിച്ചാൽ 4 പോയിന്റ് എഴുതാലോ, 2 മാർക്കിന് ചോദിച്ചാൽ ഏതെങ്കിലും 2 പോയിന്റും എഴുതാം. അപ്പോൾ വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു, എർത്ത് ക്വേക്ക് ഇപ്പം മോഡലിന് ഇപ്പൊ ചോദിച്ചു, കഴിഞ്ഞ വർഷം ഫ്ലഡ് ലാൻഡ് സ്ലൈഡും ചോദിച്ചു. ഇത് തന്നെ വേണമെങ്കിൽ ഏതെങ്കിലും റിപ്പീറ്റ് വരാം ബോർഡ് എക്സാമിന്. ഓക്കെ, അടുത്ത ചോദ്യം എന്ന് പറയുന്നത് നെയിം എനി 4 മേജർ പ്ലേറ്റ്സ് അക്കോർഡിംഗ് ടു പ്ലേറ്റ് ടെക്ടോണിക്സ് തിയറി. ഇത് കഴിഞ്ഞ വർഷത്തെ മോഡൽ എക്സാമിന് ചോദിച്ചതാണ്. 2023 മോഡൽ എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. മോഡലിന് ഇതിപ്പം ഡയറക്റ്റ് ഇപ്പൊ 4 പ്ലേറ്റ്സ് എഴുതാൻ ചോദിച്ചു. കഴിഞ്ഞ വട്ടം മേജർ പ്ലേറ്റ് എന്തെല്ലാമാണ് ഏതെങ്കിലും എഴുതാൻ 2 മാർക്കിന് ചോദിച്ച ചോദ്യമായിരുന്നു കഴിഞ്ഞ വർഷത്തെ മോഡൽ എക്സാമിന്. അപ്പോൾ ഞാൻ ഓർമ്മപ്പെടുത്തിയതാണ്. ഇത് റിപ്പീറ്റ് വരാം പല രീതിയിൽ. ഇപ്പൊ 2 മാർക്കിനോ 3 മാർക്കിനോ ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് മേജർ മൈനർ പ്ലേറ്റുകൾ. അപ്പൊ മേജർ പ്ലേറ്റുകളുടെ പേര് കൃത്യമായി പഠിച്ചു വെച്ചേക്കുക, ഇമ്പോർട്ടന്റ് ആണ്. മേജർ പ്ലേറ്റ്സ് ഏതൊക്കെയാണ് നിങ്ങൾക്ക് പറയുകയാണെങ്കിൽ നമുക്ക് കോണ്ടിനെന്റ്സ്, അതിൽ ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് 7 കോണ്ടിനെന്റ്സ് ഉണ്ട്, 7 മേജർ പ്ലേറ്റും ഉണ്ട്. അപ്പൊ ഏറ്റവും വലിയ പ്ലേറ്റ് പസഫിക് പ്ലേറ്റ് ആണ്, പക്ഷേ കോണ്ടിനെന്റ് അല്ല, ഓഷൻ ആണ് പസഫിക്. അപ്പോൾ പസഫിക് പ്ലേറ്റിൽ നിന്ന് തന്നെ തുടങ്ങാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി പസഫിക് പ്ലേറ്റ് ഓർമ്മ വന്നില്ലെങ്കിൽ നോർത്ത് അമേരിക്കൻ പ്ലേറ്റ് എഴുതാം, സൗത്ത് അമേരിക്കൻ പ്ലേറ്റ് അതായത് വടക്കേ അമേരിക്കൻ പ്ലേറ്റ് എഴുതാം, തെക്കേ അമേരിക്കൻ പ്ലേറ്റ് എഴുതാം, യുറേഷ്യൻ പ്ലേറ്റ് എഴുതാം, യൂറോപ്പ് ഏഷ്യൻ കൂടി ചേർന്ന് തന്നെ യുറേഷ്യൻ പ്ലേറ്റ് എഴുതാം. അപ്പൊ തന്നെ 3 എണ്ണമായി. ഏതാ? വടക്കേ അമേരിക്കൻ ഫലകം, തെക്കേ അമേരിക്കൻ ഫലകം, യുറേഷ്യൻ ഫലകം. ഓക്കെ, നോർത്ത് അമേരിക്കൻ പ്ലേറ്റ്, സൗത്ത് അമേരിക്കൻ പ്ലേറ്റ്, യുറേഷ്യൻ പ്ലേറ്റ്. ഇനി അതുപോലെ തന്നെ ഇൻഡോ ഓസ്ട്രേലിയൻ പ്ലേറ്റ് ഉണ്ട്, ഇന്ത്യയും ഓസ്ട്രേലിയയും കൂടി വരുന്ന ഇൻഡോ ഓസ്ട്രേലിയൻ പ്ലേറ്റ് ഉണ്ട്. അതുപോലെ ആഫ്രിക്കൻ പ്ലേറ്റ് ഉണ്ട്. ഇനി മൈനർ പ്ലേറ്റുകളുണ്ട്. ഇവിടെ മേജർ ചോദിച്ചുകൊണ്ട് മേജർ എഴുതിയാൽ മതി. മൈനറും ഒരു 6-7 എണ്ണം ഉണ്ട്, അതിന്റെയും പേരൊന്ന് പഠിച്ചു വെച്ചേക്കുക. ചിലപ്പോൾ ബോർഡ് എക്സാമിന് മൈനർ പ്ലേറ്റ് ചോദിച്ചാൽ നിങ്ങൾക്ക് അത് എഴുതാം. ഓക്കെ, അടുത്ത 11ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് റെയിൻ ഷാഡോ റീജിയൻ ആണ്. റെയിൻ ഷാഡോ റീജിയൻ ഇതൊരു ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിച്ചേക്കാണ്. റെയിൻ ഷാഡോ റീജിയൻസ് ആർ അസോസിയേറ്റഡ് വിത്ത് എ പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് റെയിൻ. ഐഡന്റിഫൈ ദ ടൈപ്പ്. അത് ഏത് വൃഷ്ടി അല്ലെങ്കിൽ മഴയുമായി ബന്ധപ്പെട്ടതാണ്, അതിനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. 2 മാർക്കിന്റെ ചോദ്യമാണ്.
ഇപ്പൊ കുറച്ച് 4 പോയിന്റോളം എഴുതിയാൽ മതി. എന്താണ് ചോദ്യം? മഴനിഴൽ പ്രദേശത്തെ പറ്റിയാണ്. മഴനിഴലും കഴിഞ്ഞ വർഷം ചോദിച്ചതാണ്. കഴിഞ്ഞ വർഷം 2 വട്ടം, അതായത് 23-ലെ ഇംപ്രൂവ്മെന്റിനും ചോദിച്ചു, സേ പരീക്ഷയിലും ചോദിച്ചതാണ്. അതുപോലെ തന്നെ അത് 23-ലെ മോഡൽ എക്സാമിനും ചോദിച്ചതാണ്. മോഡൽ എക്സാമിന് റെയിൻ ഷാഡോ റീജിയൻ എന്ന് ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചു. ഇംപ്രൂവ്മെന്റിന് മഴകളെ പറ്റി, അതിൽ കൺവെക്ഷണൽ റെയിൻഫോളിനെ പറ്റിയാണ് ചോദിച്ചത്. ഇപ്പം ഇതിൽ വരുവാണെങ്കിൽ ഏതാണ് മഴ എന്ന് പറയുമ്പോൾ ഓറോഗ്രഫിക് റെയിൻ ആണ്, പർവ്വത വൃഷ്ടിയാണ് ഇതിൽ വരുന്നത്. എന്താണ് ഉത്തരം? പർവ്വത വൃഷ്ടി. ഞാൻ കഴിഞ്ഞ അനാലിസിസ് വീഡിയോയിൽ ചിത്രം വരച്ച് തന്നെ അത് പറയുന്നുണ്ട്. റെയിൻ ഷാഡോ റീജിയൻ എന്ന് പറയുമ്പോൾ ഒന്നുകൂടി പറഞ്ഞു തരാം. എന്താണ്, ഇങ്ങനെ ഒരു മലനിര ഉണ്ടെങ്കിൽ ഒരു സൈഡിൽ അല്ലേ അതിന്റെ കാറ്റ് വീശുന്ന സ്ഥലത്ത് മഴ പെയ്യുകയും കാറ്റ് വീശാതെ എത്തുന്ന ഈ സൈഡിനെയാണ് മഴനിഴൽ പ്രദേശം എന്ന് വിളിക്കുന്നത്. ഇവിടെ എന്തായിരിക്കും, മഴ ലഭിക്കാതെ വരികയും ചെയ്യുന്നു. അപ്പൊ ഇവിടെ കേരളമാണ്, ഇവിടെ തമിഴ്നാടാണ് എന്ന രീതിയിലെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. അപ്പൊ മഴ ലഭിക്കുന്ന സ്ഥലമാണ് വിൻബേർഡ് സൈഡ് എന്ന് പറയും, അതായത് വൃഷ്ടിപ്രദേശം എന്ന് പറയും. അപ്പുറത്ത് മഴനിഴൽ പ്രദേശം. മഴനിഴൽ പ്രദേശം എന്ന് പറയാൻ കാര്യം ഇവിടെ മഴ ലഭിക്കുന്നില്ല. ഇവിടെ വരുമ്പോൾ വേഗം ഇവിടെ തന്നെ മഴയെല്ലാം പെയ്ത് തീർക്കുകയും അപ്പുറത്തോട്ട് എത്താതെ വരികയും ചെയ്യുന്നു. അപ്പൊ ഇത് ഏതാണ്? ഒരു മലനിര അല്ലെങ്കിൽ ഒരു മൗണ്ടെയിൻ ഉള്ളത് കൊണ്ട് തന്നെ ഓറോഗ്രഫിക് റെയിൻഫോൾ, മലയാളത്തിൽ പറഞ്ഞാൽ പർവ്വത വൃഷ്ടിയുമായി ബന്ധപ്പെട്ടതാണ്, ഓറോഗ്രഫിക് റെയിൻഫോളുമായി ബന്ധപ്പെട്ടതാണ്. എന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ വേണമെങ്കിൽ ഈ ചിത്രം വരച്ചതിന് നിങ്ങൾക്ക് പറയാം, ഒരു പടത്തിലൂടെ തന്നെ വ്യക്തമാണ്. ഒരു സൈഡിൽ മേഘം വരച്ച് മഴ കാണിക്കുക, മറ്റേ സൈഡ് ഒന്നും വരയ്ക്കാതിരിക്കുക. അപ്പോൾ ഇത് 2 മാർക്കിന് ചോദിക്കാണ്ട് ഒരുപാട് എഴുതണ്ട, വളരെ ചുരുക്കി ഒരു 4 പോയിന്റോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു കൊച്ചൊരു പാരഗ്രാഫ് എഴുതിയാലും മതി. ഓക്കെ, അപ്പൊ ഇത് വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു. 2023 ഇംപ്രൂവ്മെന്റിന് കൺവെക്ഷണൽ റെയിൻഫോൾ ചോദിച്ചിരുന്നു, സംവഹന വൃഷ്ടിയെ പറ്റി ചോദിച്ചിരുന്നു. 2023 മോഡലില് റെയിൻ ഷാഡോ റീജിയൻ, മഴനിഴൽ പ്രദേശം എന്ത് എന്ന് 2 മാർക്കിന് ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിരുന്നു. അപ്പോൾ റെയിൻ ഷാഡോ റീജിയൻ തന്നെയാണ് ഇവിടെയും ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊരു റിപ്പീറ്റ് ചോദ്യമാണെന്ന് പറയാം. അടുത്തത് 12ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് പ്രൈമറി GHGs എന്ന് പറഞ്ഞാൽ അന്തരീക്ഷത്തിലെ ഹരിതഗൃഹവാതകങ്ങൾ, പ്രാഥമികമായുള്ള ഹരിതഗൃഹവാതങ്ങൾ. GHG എന്ന് പറഞ്ഞാൽ ഗ്രീൻ ഹൗസ് ഗ്യാസ് എന്നാണ്. അപ്പൊ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഏതെല്ലാമാണ്? ഇപ്പോൾ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഏതൊക്കെയാണെന്ന് പഠിച്ചു വെച്ചേക്കുക. നമ്മുടെ ഒന്നാമത്തെ ആ ചോദ്യത്തിൽ 1 വേർഡ് ക്വസ്റ്റ്യനിൽ തന്നെ ഒരെണ്ണം ഉണ്ടായിരുന്നു, കാർബൺ ഡയോക്സൈഡ്, വളരെ പ്രധാനപ്പെട്ടതാണ്. CO2, പിന്നെ ക്ലോറോ ഫ്ലൂറോ കാർബൺ, CFCs കേട്ടോ, ക്ലോറോ ഫ്ലൂറോ കാർബൺ. അങ്ങനെ തന്നെ എഴുതണം, CFC എന്ന് എഴുതിയാലും മതി. ക്ലോറോ ഫ്ലൂറോ കാർബൺസ്. പിന്നെ മീഥെയിൻ CH4, നൈട്രസ് ഓക്സൈഡ് വരുന്നുണ്ട്, N2O വരുന്നുണ്ട്, ഓസോൺ O3 വരുന്നുണ്ട്, ഇമ്പോർട്ടന്റ് ആണ്. ഈ നൈട്രിക് ഓക്സൈഡ് NO വരുന്നുണ്ട്, കാർബൺ മോണോക്സൈഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. CO, മറ്റേ CO2 ആകുമ്പോൾ ഡയോക്സൈഡ് ആണ്, ഇവിടെ ഒറ്റ ഓക്സിജൻ ഉള്ളത് കൊണ്ട് കാർബൺ മോണോക്സൈഡ് വരുന്നുണ്ട്. ഇത്രയും ഹരിതഗൃഹവാതകങ്ങളുണ്ട്. ഇനിയും ഉണ്ട്, ഒരുപാടുണ്ട്, പക്ഷെ ഇത് പ്രധാനപ്പെട്ട ഇത്രയും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്കിപ്പം 2 മാർക്ക് ചോദ്യമാണ്, ഒരു 4 എണ്ണത്തിന്റെ പേര് എഴുതാം കേട്ടോ. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഡയറക്റ്റ് ചോദ്യമാണ്, 2023 മോഡലിൽ ചോദിച്ച ചോദ്യമാണ്. ഈ നേരത്തെ 12ാമത്തെ ചോദ്യം അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല, ഗ്രീൻ ഹൗസ് എഫക്റ്റോ ഗ്ലോബൽ വാർമിങ്ങോ ആയിട്ടൊക്കെ ചോദിക്കാറുള്ളൂ. ഇനി 13ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് 2023 മോഡലിന് റിപ്പീറ്റ് വന്ന ചോദ്യമാണ്. ലിസ്റ്റ് ദ 4 മേജർ ഡിവിഷൻസ് ഓഫ് ഓഷൻ ഫ്ലോർ, സമുദ്രത്തിന്റെ അടിത്തട്ടിലെ 4 പ്രധാന വിഭാഗങ്ങൾ ഏതെല്ലാം വന്ന് പട്ടികപ്പെടുത്തുക. ഡയറക്റ്റ് ഒരു ചോദ്യമായിരുന്നു, 23-ല് ചോദിച്ച ചോദ്യമാണ്, മോഡലിൽ ചോദിച്ച ചോദ്യമാണ്. അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലെല്ലാം ചർച്ച ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനുമാണ്. അപ്പോൾ ആ വീഡിയോ ഒന്ന് കാണുക. 4 എണ്ണം നിങ്ങൾക്കറിയാം, കോണ്ടിനെന്റൽ ഷെൽഫ്, കോണ്ടിനെന്റൽ സ്ലോപ്പ്, അതായത് വൻകര തട്ട്, ചരിവ്, അഗാധ തടം അല്ലെ, സമുദ്ര അഗാധ തടം, 4 എണ്ണം ഉണ്ട്. അപ്പൊ 4 എണ്ണത്തിന്റെ പേരൊന്ന് പഠിച്ചു വെച്ചേക്കുക. ഡീപ് സീ പ്ലെയിൻസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ട്രെഞ്ചസ് വരുന്നുണ്ട് അല്ലെ, ഓഷ്യാനിക് ട്രെഞ്ചസ് വരുന്നുണ്ട്. അപ്പൊ അടുത്ത ചോദ്യം കഴിഞ്ഞ 3 എക്സാമുകളിലും ചോദിക്കാത്ത ഒരു ചോദ്യമായിരുന്നു, 14ാമത്തെ ചോദ്യം. അതായത് എക്സ്ട്രാ ട്രോപ്പിക്കൽ സൈക്ലോൺസും ട്രോപ്പിക്കൽ സൈക്ലോൺസും, ഉഷ്ണമേഖല ചക്രവാതങ്ങളും മിതോഷ്ണ മേഖല ചക്രവാതങ്ങളും താരതമ്യം ചെയ്യുക എന്നത്. ഇത് കഴിഞ്ഞ 3 എന്ന് പറയുമ്പോൾ മോഡൽ ഇംപ്രൂവ്മെന്റ് 2023-ൽ ഈ ചോദ്യം ചോദിച്ചിട്ടില്ല. പക്ഷേ 2022-ലും 1-ലും ഒക്കെ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു. ചക്രവാതങ്ങളെ പറ്റി ചോദിക്കാറുണ്ട്, എസ്സേ ആയിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇവിടെ പക്ഷെ 2 മാർക്കിനാണ് കേട്ടോ, 2 മാർക്കിന് എഴുതിയാൽ മതി നിങ്ങൾ. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു 2 പോയിന്റ്, 4 പോയിന്റ് വേണം, 2-ൽ നിന്നും 2 പോയിന്റ് വെച്ച് എഴുതിയാൽ മതി. അപ്പോൾ ട്രോപ്പിക്കൽ സൈക്ലോൺസ്, ഉഷ്ണമേഖല ചക്രവാതങ്ങൾ എന്ന് പറയുമ്പോൾ ഉഷ്ണമേഖലയിൽ പേരിൽ തന്നെ വ്യക്തമാണ്, ഉഷ്ണമേഖലയിൽ ഉത്ഭവിക്കുന്നവയാണ്. ഉഷ്ണമേഖലയിലെ കടലുകളിലാണ് കേട്ടോ കൂടുതലും, സമുദ്രം അല്ലെങ്കിൽ ജലാശയങ്ങളിലാണ് കൂടുതലും ഉത്ഭവിക്കുന്നത്. പിന്നീട് കടൽ മാത്രം രൂപം കൊള്ളുന്നത് 2ാമത്തെ പോയിന്റ് ആണ്. പിന്നെ കാറ്റിന്റെ വേഗതയും തീവ്രതയും കൂടുതലാണ്, അത് എഴുതേണ്ട ഒരു പോയിന്റ് ആണ്. ശക്തമായ മഴയ്ക്ക് കാരണമാകുന്നു. അപ്പൊ ഇവിടെ 4 പോയിന്റുകൾ ഉണ്ട്, അതിൽ ഏതെങ്കിലും 2 എണ്ണം എഴുതിയാൽ മതി. കാരണം ഇത് 2 കൂടി താരതമ്യം ചെയ്യാൻ 2 മാർക്കിനെ ചോദിച്ചിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ 2 പോയിന്റ് വെച്ച് എഴുതിയാൽ മതി. ഇനി മിതോഷ്ണ മേഖല എന്ന് പറയുമ്പോൾ നേരെ ഇതിന്റെ വിപരീതമായിട്ട് വരുന്ന കാര്യങ്ങളായിരിക്കും.
ഇത് മിതോഷ്ണ മേഖലയിൽ രൂപം കൊള്ളുന്നു എന്ന് എഴുതാം, അല്ലെങ്കിൽ മധ്യ അക്ഷാംശ പ്രദേശങ്ങളിൽ രൂപം കൊള്ളുന്നു, മിഡ് ലാറ്റിറ്റ്യൂഡ് റീജിയൻസിൽ ഫോം ചെയ്യുന്നു എന്ന് എഴുതാം. കടലിലും കരയിലും രൂപം കൊള്ളുന്നു, അതാണ് ഇതിൽ നിന്നുള്ള പ്രധാന വ്യത്യാസം. ഉഷ്ണമേഖല ചക്രവാതങ്ങൾ കടലിൽ മാത്രം രൂപം കൊള്ളുന്നുണ്ടെങ്കിൽ മിതോഷ്ണ ചക്രവാതങ്ങൾ കടലിലും കരയിലും രൂപം കൊള്ളുന്നു എന്ന് എഴുതുക. ഇവിടെ കാറ്റിന്റെ വേഗത തീവ്രതയും കുറവായിരിക്കും, ഇനി മഴയുടെ അളവും കുറവായിരിക്കും. അപ്പൊ നേരത്തെ പോയിന്റ് പഠിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ പോയിന്റ് നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെടുത്തി തന്നെ എഴുതാൻ സാധിക്കും. പുതിയതായിട്ടുള്ള പോയിന്റ് ഇല്ല, ആ പോയിന്റിനെ തന്നെ ഒന്ന് പരിഷ്കരിച്ച് ഇപ്പുറത്തെ എഴുതുന്നേ ഉള്ളൂ. അപ്പൊ പഠിക്കാനും എളുപ്പമാണ്. 4 പോയിന്റ് വീതമേ ഉള്ളൂ. ചിലപ്പോൾ ഏതെങ്കിലും ഒന്ന് മാത്രം 2 മാർക്കിന് ചോദിച്ചാൽ നിങ്ങൾക്ക് 4 പോയിന്റ് എഴുതാം. 2 ചോദിച്ചാൽ 2 പോയിന്റ് വെച്ച് എഴുതിയാൽ മതി. അപ്പം ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു, അതൊന്ന് പഠിക്കുക. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് എക്സാമിൻ ദ റോൾസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ഇൻ ഡിഫറെന്റ് ലെവൽസ്. വിവിധ തലങ്ങളിൽ ജൈവവൈവിധ്യത്തിന്റെ പങ്ക് പരിശോധിക്കുക എന്നതാണ്. ഇതും കഴിഞ്ഞ എക്സാമുകളിൽ ബയോഡൈവേഴ്സിറ്റി എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. 2023 ബോർഡിലൊക്കെ എന്താണ് ജൈവ വൈവിധ്യം എന്ന് ചോദിച്ചിട്ടേ ഉള്ളൂ. അപ്പൊ ഇവിടെ ഒരു പങ്ക് അല്ലെങ്കിൽ അതിന്റെ പ്രാധാന്യത്തെ പറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇമ്പോർട്ടൻസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ ജൈവ വൈവിധ്യത്തിന്റെ പ്രാധാന്യം എന്ത് അല്ലെങ്കിൽ പങ്ക് പരിശോധിക്കുക എന്നൊരു ചോദ്യം വരികയാണെങ്കിൽ നിങ്ങൾക്ക് 4 പോയിന്റ് ഉണ്ട്. അപ്പോൾ ഇതിൽ 4 പോയിന്റ് എഴുതുക. കാര്യം 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ 4 മാത്രം എഴുതിയാൽ ഇതിനെ വിശദീകരിക്കൊന്നും വേണ്ട. എക്കണോമിക് റോള്, ജൈവവൈവിധ്യത്തിന്റെ പാരിസ്ഥിതിക പങ്ക്, എക്കണോമിക് റോള്, ജൈവവൈവിധ്യത്തിന്റെ സാമ്പത്തിക പങ്ക്, സയന്റിഫിക് റോള്, ജൈവവൈവിധ്യത്തിന്റെ ശാസ്ത്രീയ പങ്ക്, അവസാനം എത്നിക് റോള്, ധാർമ്മിക പങ്ക്. അങ്ങനെ 4 റോൾസ് ഉണ്ട് ബയോഡൈവേഴ്സിറ്റിക്ക്. 4 നിങ്ങൾക്ക് ഇവിടെ എഴുതാൻ സാധിക്കും. ഓക്കെ, അടുത്ത ചോദ്യം എന്ന് പറയുന്നത് അപ്പോൾ ആ 2 മാർക്കിന്റെ സെക്ഷൻ കഴിഞ്ഞു. അടുത്ത 3 മാർക്കിന്റെ സെക്ഷൻ ആണ്. അപ്പൊ അവിടെ 16ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഗംഗ ഡ്രെയിനേജ്, ഗാഞ്ചസ് അല്ലെങ്കിൽ ഗംഗ നീരൊഴുക്ക് വ്യൂഹത്തെ കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക. 3 മാർക്കിനാണ്. മൂന്നാമത്തത് ഒറിജിൻ ആണ്. അപ്പൊ ഒറിജിനെ പറ്റിയും അതുപോലെ തന്നെ ഡിസ്ചാർജ്, ട്രിബ്യൂട്ടറീസ്, അതായത് ഉത്ഭവം, അവസാനം ചെന്ന് പതിക്കുന്ന സമുദ്രം ഏത് അല്ലെങ്കിൽ കടലേത്, പിന്നെ പോഷക നദികൾ ഏതെല്ലാം, ഇത്രയാണ് എഴുതേണ്ടത്. അപ്പോൾ ഇതില് ഗംഗ റിവറിനെ പറ്റി പറയുകയാണെങ്കിൽ ഒറിജിൻസ് ഗംഗോത്രി ഹിമാനിയിൽ നിന്നും ഉത്ഭവിക്കുന്നു. ഒറിജിൻസ് ഫ്രം ഗംഗോത്രി ഗ്ലേഷ്യർ. പിന്നെ അത് നിങ്ങൾക്ക് അവിടെ ഒരു 3 പോയിന്റേ ഉള്ളൂ ഇവിടെ. കാര്യം ആ 3ന്റെയും പോയിന്റുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ അടുത്തത് പതിക്കുന്ന സ്ഥലം ബംഗാൾ ഉൾക്കടലിലാണ് വന്ന് പതിക്കുന്നത്. പിന്നീട് അതിന്റെ ട്രിബ്യൂട്ടറീസ് ഏതൊക്കെയാന്ന് ചോദിച്ചാൽ യമുന, കോശി, ദാമോദർ, സൺ എന്നിവയാണ് പ്രധാന പോഷക നദികൾ. അപ്പോൾ ഇത്രയും പോയിന്റുകളാണ്. അപ്പൊ ഇതില് ഇപ്പൊ 3 മാർക്കിന് 3 പോയിന്റ് എഴുതിയാൽ നിങ്ങൾക്ക് മതി. പക്ഷെ ഒരു ഗംഗയെ പറ്റി വേണമെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ എന്താണ് എത്രത്തോളം നീളമുണ്ട്, അതിന്റെ പ്രാധാന്യം എന്ത് എന്നൊക്കെ വേണമെങ്കിൽ 2-3 പോയിന്റ് കൂടി ആഡ് ചെയ്യാം, അന്ന് നല്ലതായിരിക്കും. ഇനി ഇത് കഴിഞ്ഞ എക്സാമ്പിൾക്ക് എങ്ങനെയാണ് ചോദിച്ചതെന്ന് വെച്ചാൽ 2023 ബോർഡിന് ഹിമാലയൻ ഡ്രെയിനേജ്, ഹിമാലയൻ നീരൊഴുക്ക് വ്യൂഹത്തെ പറ്റി ഒരു ചോദ്യം ചോദിച്ചിരുന്നു. കഴിഞ്ഞ വർഷം മോഡലിന് 2023 മോഡലിന് ട്രിബ്യൂട്ടറീസ് ഓഫ് ഗംഗ മാത്രം, അതായത് പോഷക നദികൾ മാത്രം ചോദിച്ചിരുന്നു. 2023 ഇംപ്രൂവ്മെന്റിന് ഹിമാലയൻ ഡ്രെയിനേജ് വീണ്ടും റിപ്പീറ്റ് വന്നിട്ടുണ്ട് ഇംപ്രൂവ്മെന്റിന്. അപ്പോൾ ഇത് സ്ഥിരമായി ചോദിക്കുന്ന ഒരു ഹിമാലയൻ നദികളെ പറ്റി ചോദിക്കാറുണ്ട്. അപ്പൊ അവിടെ ഗംഗ, ഇൻഡസ്, ബ്രഹ്മപുത്ര, സിന്ധു നദിയും ബ്രഹ്മപുത്രയും എല്ലാം ഉൾപ്പെടുത്തി എഴുതേണ്ടി വരും. ഇവിടെ ഗംഗ മാത്രമാണ് ചോദിച്ചിട്ടുള്ളത്. എങ്കിലും ഇമ്പോർട്ടന്റ് ആണെന്ന് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇതിൽ നിന്നൊരു ചോദ്യം മസ്റ്റ് ആയിട്ടും ചോദിക്കാറുണ്ട് അപ്പോൾ ഡ്രെയിനേജിൽ നിന്ന്. അപ്പോൾ ഹിമാലയൻ ഡ്രെയിനേജ് ആണ് കൂടുതലും ചോദിച്ചിട്ടുള്ളത്. കഴിഞ്ഞ വർഷം തന്നെ 3 ക്വസ്റ്റ്യൻ പേപ്പറിലും ഹിമാലയൻ ഡ്രെയിനേജ്, അതായത് ഗംഗയെ പറ്റി ഒരു ചോദ്യം, ഹിമാലയൻ ഡ്രെയിനേജിനെ പറ്റി 2 ചോദ്യം ചോദിച്ചിരുന്നതായിട്ട് കാണാൻ സാധിക്കും. അടുത്ത ചോദ്യത്തിലൂടെ പോവുകയാണെങ്കിൽ മെൻഷൻ ദ ഫാക്ടേഴ്സ് കൺട്രോളിംഗ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടെമ്പറേച്ചർ. കഴിഞ്ഞ വർഷം ഇതേ ചോദ്യം ഇംപ്രൂവ്മെന്റിന്റെ ഡയറക്റ്റ് ആയിട്ട് ചോദിച്ച ചോദ്യമാണ്. നമ്മൾ അതിന്റെ എക്സ്പ്ലനേഷൻ വീഡിയോയിൽ അത് കൊടുത്തിട്ടുണ്ട്. താപവിതരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാമാണ്? 4 ഉണ്ട്. 4നെ പറ്റി ഒരു വരിയൊക്കെ എഴുതുക, കാരണം 3 മാർക്കിന്റെ ചോദ്യമാണ്. അക്ഷാംശം ലാറ്റിറ്റ്യൂഡ്, ഉയരം ആൾട്ടിറ്റ്യൂഡ്, കടലിൽ നിന്നുള്ള ദൂരം, സമുദ്രത്തിൽ നിന്നുള്ള ദൂരം, അതുപോലെ ഡിസ്റ്റൻസ് ഫ്രം സീ, പിന്നെ സമുദ്രജല പ്രവാഹങ്ങൾ. ഇത്രയും ഈ 4 പോയിന്റ് ഉണ്ട്. ഒരു 3 പോയിന്റ് എഴുതിയാലും മതി, കാരണം 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഏതെങ്കിലും 3 പറ്റി ഒരു വരി ഇവിടെ കൊടുത്തിരിക്കുന്ന കണക്ക് ഒരു വരി എഴുതുക. നിങ്ങൾ ഇതൊന്ന് നോട്ട് ചെയ്ത് പഠിക്കുക, ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഇത് ഇതേപോലെ ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞ ഇംപ്രൂവ്മെന്റിന് ചോദിച്ചതാണ്, അതുകൊണ്ടാണ് എടുത്ത് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പോയിന്റ് ഔട്ട് ദി ഇമ്പോർട്ടന്റ് റീസൺസ് ഫോർ ഡിക്ലൈനിങ് ഓഫ് വൈൽഡ് ലൈഫ് ഇൻ ഇന്ത്യ. ഇതും കഴിഞ്ഞ വർഷം മോഡലിന് ഡയറക്റ്റ് ആയിട്ട് ഇതേ ചോദ്യം ചോദിച്ചതാണ്. കഴിഞ്ഞ വർഷത്തെ മോഡലിന് ചോദിച്ചതാണ്, ഡയറക്റ്റ് ചോദിച്ച ചോദ്യമായിരുന്നു. കഴിഞ്ഞ ഞാൻ എക്സ്പ്ലനേഷൻ വീഡിയോയിൽ ഇത് പറയുന്നുണ്ട്. മോഡലിന് ചോദിച്ചിരുന്നു. അപ്പോൾ ഇത് കറക്റ്റ് ഡയറക്റ്റ് ഇതേ ചോദ്യം തന്നെ മോഡലിന് കഴിഞ്ഞ വർഷം ചോദിച്ചു. ഈ വർഷം മോഡലിന് അത് റിപ്പീറ്റ് വന്നിട്ടുണ്ട്. അപ്പൊ അതൊന്ന് നോക്കി പഠിക്കുക. ഇനി 19ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ബിഗ് ബാങ് തിയറിയെ പറ്റിയാണ്. പ്രപഞ്ച ഉൽപ്പത്തിയെ കുറിച്ചുള്ള സിദ്ധാന്തങ്ങളിൽ ഏറ്റവും പ്രസിദ്ധമാണ് ബിഗ് ബാങ് തിയറി അല്ലെങ്കിൽ മഹാവിസ്ഫോടന സിദ്ധാന്തം. ഇതിന്റെ വികസന ഘട്ടങ്ങൾ എഴുതുക എന്നതാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ വർഷത്തെ ഏതാണ് കഴിഞ്ഞ വർഷം
ബോർഡിന് കഴിഞ്ഞ വർഷം ബോർഡിന് 4 മാർക്കിന് ചോദിച്ചൊരു ചോദ്യമായിരുന്നു. സ്റ്റേജസ് ഓഫ് ബിഗ് ബാങ് തിയറി എന്ന രീതിയിൽ ഞാൻ കഴിഞ്ഞ എക്സ്പ്ലനേഷൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയതാണ്. ബിഗ് ബാങ് സിദ്ധാന്തത്തിന്റെ അല്ലെ മഹാവിസ്ഫോടന സിദ്ധാന്തത്തിന്റെ പ്രധാനപ്പെട്ട സ്റ്റേജുകൾ ഏതെല്ലാമാണ് എന്നാണ് താഴെ കൊടുത്തിട്ടുണ്ട്. പ്രപഞ്ചത്തിലെ സകല ദ്രവ്യങ്ങളും അതിതീവ്രമായി ചൂടും സാന്ദ്രതയും ഉള്ള ചെറുകണികകളായി കൊണ്ടിരുന്നു. ഏകദേശം 13.7 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഭീകരമായി പൊട്ടിത്തെറിച്ചു. അന്ന് മുതൽ പ്രപഞ്ച വികാസം ആരംഭിച്ചു. ഇതിനെ തുടർന്ന് 3 ലക്ഷം വർഷങ്ങൾക്ക് ശേഷം ഊഷ്മാവ് താഴ്ന്നു എന്ന രീതിയിൽ 3 പോയിന്റുകളാണുള്ളത്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഇത് 2 ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. അല്ല, ഇതിലിപ്പം ഒരു ചോദ്യമാണ്. ഇതിൽ സ്റ്റേജസ് മാത്രം 3 സ്റ്റേജസ് ഉണ്ട്. അപ്പൊ 3 മാർക്കിന് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എഴുതാം. അത് കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞതാണ്. അതൊന്ന് പഠിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 5 ബേസിക് ഫാക്ടേഴ്സ് കൺട്രോളിംഗ് സോയിൽ ഫോർമേഷൻ. ഇതും കഴിഞ്ഞ വർഷം ഇംപ്രൂവ്മെന്റിനും മോഡലിനും ഇംപ്രൂവ്മെന്റിന് ഡയറക്റ്റ് ആയിട്ട് ഇതേ ചോദ്യം ചോദിച്ചിരുന്നു. അപ്പൊ നമുക്കത് ഒന്ന് പരിശോധിക്കാം. ഏത് ചോദ്യമായിരുന്നു എന്ന് നമുക്ക് നോക്കാം. ആ ചോദ്യത്തിന്റെ എക്സ്പ്ലനേഷൻ ഞാൻ കൊടുത്തിരുന്നു. അതെ, മണ്ണ് രൂപീകരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. ചിലകളുടെ സ്വഭാവം, പേരന്റ് റോക്ക്, ഭൂപ്രകൃതി, ടോപ്പോഗ്രഫി, കാലാവസ്ഥ, ക്ലൈമറ്റ്, ജൈവിക പ്രവർത്തനങ്ങൾ, ബയോളജിക്കൽ ആക്ടിവിറ്റീസ്, കാലപ്പഴക്കം, ടൈം. ഇത്രയുമാണ്. അപ്പൊ ഇവിടെ നിങ്ങൾ ജസ്റ്റ് എഴുതിയാൽ മതി. കാരണം ഇത് 2 ക്വസ്റ്റ്യൻസ് ആണ്. 3 മാർക്കിന് 2 ചോദ്യമായിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ 2ഉം 1ഉം എന്ന രീതിയിൽ നിങ്ങൾക്ക് എഴുതി 1.5 മാർക്ക് വെച്ച് കിട്ടും. അപ്പോൾ അതങ്ങനെ എഴുതാൻ ശ്രമിക്കുക. അടുത്ത ചോദ്യവും കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ചതായിരുന്നു. മെൻഷൻ ദ 3 മേജർ ഗ്രൂപ്പ്സ് ഓഫ് വെതറിംഗ് പ്രോസസ്. അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ എക്സ്പ്ലനേഷൻ വീഡിയോയിൽ അത് ഉൾപ്പെടുത്തിയിരുന്നു. അത് ഏതായിരുന്നു നമുക്കൊന്ന് പരിശോധിക്കാം. അപക്ഷയത്തെ പറ്റിയാണ്. അപക്ഷയ പ്രക്രിയകളിലെ 3 പ്രധാന ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ 3 പ്രധാന തരങ്ങൾ ഏതെല്ലാമാണ്? ഫിസിക്കൽ അപക്ഷയം അല്ലെങ്കിൽ ഫിസിക്കൽ വെതറിംഗ്, ഭൗതിക അപക്ഷയം, രാഷ്ട്രീയ അപക്ഷയം, കെമിക്കൽ വെതറിംഗ്, ജൈവിക അപക്ഷയം, ബയോളജിക്കൽ വെതറിംഗ്. ഇതും കഴിഞ്ഞ വർഷത്തെ എക്സ്പ്ലനേഷൻ വീഡിയോയിൽ, കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറുകളുടെ എക്സ്പ്ലനേഷൻ വീഡിയോയിൽ നൽകിയ ചോദ്യമായിരുന്നു. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. കഴിഞ്ഞ ഇംപ്രൂവ്മെന്റിനും അതുപോലെ തന്നെ മോഡൽ എക്സാമിനും ഇതിൽ നിന്ന് ചോദ്യം വന്നിട്ടുണ്ട്. അപ്പോൾ ഇമ്പോർട്ടന്റ് ആണെന്ന് മനസ്സിലായി കാണും. സോയിൽ ഫോമിംഗ് ഫാക്ടേഴ്സും വെതറിങ്ങും ഒന്ന് വായിച്ച് പഠിച്ചു വെച്ചേക്കുക, ഇമ്പോർട്ടന്റ് ആണ്. ഇനി അടുത്ത ചോദ്യത്തിലൂടെ പോവുകയാണെങ്കിൽ ഇത് എന്താണ്, ഓപ്ഷൻസിൽ നിന്ന് എഴുതി ടേബിൾ ഫില്ല് ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ കുറച്ച് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ഇറോഷണൽ ഏത്, ഡെപ്പോസിഷണൽ ഏത്, ഘാതന രൂപങ്ങൾ ഏതെല്ലാം, നിക്ഷേപ രൂപങ്ങൾ ഏതെല്ലാം, സഹായികളുടെ പേരും കൊടുത്തിട്ടുണ്ട്. കാറ്റ്, ഇത് നമുക്കൊന്ന് പരിശോധിക്കാം. കാറ്റിന്റെ ഏത് എന്നാണ്. കാറ്റിന്റെ ഇപ്പൊ ഇതിൽ വിൻഡ് നോക്കുമ്പോഴേ മഷ്റൂം റോക്ക്, കൂൺ ശിലകൾ, കാരണം കൂണിന്റെ ആകൃതിയിൽ രൂപം കൊള്ളുന്നത് കാറ്റാണ് രൂപം കൊള്ളുന്നത്. അതൊരു ഘാതന രൂപം, ഇറോഷണൽ ഫോമാണ്. അപ്പൊ അവിടെ എഴുതുക. നിക്ഷേപ രൂപത്തിൽ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കുന്നത് ബർക്കനാണ്. ബർക്കൻ നിങ്ങൾക്ക് അത് നിക്ഷേപ രൂപങ്ങളിൽ എഴുതാൻ സാധിക്കും. ഗ്രൗണ്ട് വാട്ടറിലോട്ട് വരുവാണെങ്കിൽ, അതായത് അണ്ടർഗ്രൗണ്ട് വാട്ടർ ആണ്. ഗ്രൗണ്ട് വാട്ടറിൽ 2 ഇവിടെയും ഉണ്ട്. കേവ്സ് വരുന്നുണ്ട്. ഘാതന രൂപങ്ങളിൽ ഗുഹകൾ, കേവ്സ് എഴുതാം. ഇനി സ്റ്റാലക്ടൈറ്റ്, സ്റ്റാലക്മൈറ്റ് നിങ്ങൾക്ക് ഓർമ്മ കാണും. കഴിഞ്ഞ എക്സ്പ്ലനേഷൻ വീഡിയോയിലും പറഞ്ഞിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാം. അതും നിക്ഷേപന രൂപങ്ങളാണ്. നിക്ഷേപ രൂപങ്ങളായിട്ട് നിങ്ങൾക്ക് സ്റ്റാലക്ടൈറ്റോ സ്റ്റാലക്മൈറ്റോ ഏത് ചോദിച്ചാലും എഴുതുമ്പോൾ ഇവിടെ സ്റ്റാലക്ടൈറ്റ് ഉള്ളത് കൊണ്ട് ഗ്രൗണ്ട് വാട്ടറിന്റെ നിക്ഷേപ രൂപങ്ങളിൽ അത് എഴുതാം. അടുത്ത ഹിമാനി, ഗ്ലേഷ്യേഴ്സിന്റെ. അപ്പൊ ബാക്കി 2 അതിലങ്ങ് എഴുതിയാൽ മതി. ബാക്കി 2 വരുന്ന ഏതാ, മൊറൈൻസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ സിർക്ക് വരുന്നുണ്ട്. അപ്പൊ അതിൽ സിർക്ക് ആണ് ഇറോഷനിൽ എഴുതേണ്ടത് കേട്ടോ. സിർക്ക് ഇറോഷനിലും മൊറൈൻസ് ഡെപ്പോസിഷനിലും എഴുതണം. ഇത് കഴിഞ്ഞ വർഷം ഇതിലിപ്പം റണ്ണിങ് വാട്ടറിന്റെ ചോദിച്ചിരുന്നു, ഒഴുകുന്ന ജലത്തിന് മാത്രമായിട്ട് ചോദിച്ചിരുന്നു. അവിടെ ഞാൻ പറഞ്ഞിരുന്നു മറ്റ് സഹായികൾ, ഭൂരൂപീകരണ സഹായികളുടെ ഘാതന നിക്ഷേപ രൂപങ്ങൾ പഠിച്ചു വെച്ചേക്ക്, ഇതേ കണക്ക് ചോദിക്കുമെന്ന് ഞാൻ കഴിഞ്ഞ എക്സ്പ്ലനേഷൻ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അപ്പോൾ വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു. ഇതിലിപ്പോ 3 ഏജന്റുകൾ ചോദിച്ചു. ചിലപ്പോൾ ഏതെങ്കിലും ഒരു ഏജന്റിന്റെ ഓപ്ഷൻസിൽ അവയുടെ നിക്ഷേപന അതുപോലെ തന്നെ ഘാതന രൂപങ്ങൾ മാത്രം കൊടുക്കാം, ഇറോഷൻ ഡെപ്പോസിഷൻ മാത്രം കൊടുക്കാം. അതും ഇതേ കണക്കെടുത്ത് എഴുതാൻ ചോദിക്കാറുണ്ട്. അപ്പോൾ എന്തായാലും ഇമ്പോർട്ടന്റ് ആണ്. ആ ചാപ്റ്ററിൽ ഇങ്ങനെ ഒരു ചോദ്യമേ ചോദിക്കാറുള്ളൂ, മറ്റു ചോദ്യങ്ങൾ അങ്ങനെ ചോദിച്ച് കാണാറില്ല. അപ്പോൾ പേരുകൾ പഠിച്ചു വെച്ചേക്കുക, ഏതിന്റെ എല്ലാം കീഴിൽ വരുന്നു. അപ്പൊ നിങ്ങൾ ഓരോ ഭൂരൂപീകരണ സഹായികളുടെയും ഘാതന നിക്ഷേപന രൂപങ്ങൾ സെപ്പറേറ്റ് എഴുതി പഠിക്കുക, എങ്കിലേ നിങ്ങൾക്ക് അത് ഓർമ്മ നിൽക്കത്തുള്ളൂ. ഇമ്പോർട്ടന്റ് ആണ്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. 22ാമത്തെ ചോദ്യമായിട്ട് ഈ കഴിഞ്ഞ മോഡലിൽ ഉൾപ്പെടുത്തിയത് കൺവെക്ഷനും കണ്ടക്ഷനെയും പറ്റിയുമാണ്. ഇത് ചിത്രം വരച്ച് നിങ്ങൾക്ക് സൂചിപ്പിക്കാം. കണ്ടക്ഷൻ, കൺവെക്ഷൻ, അഡ്വെക്ഷൻ, ടെറസ്ട്രിയൽ റേഡിയേഷൻ. അപ്പൊ ഈ ഒരു ചിത്രത്തിലൂടെ അത് വ്യക്തമാണ്. ഇത് 9th സ്റ്റാൻഡേർഡിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള 9th സ്റ്റാൻഡേർഡിലെ ടെക്സ്റ്റ് ബുക്കിലുള്ള ചിത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ ട്രാൻസ്ഫർ ഈസ് ട്രാൻസ്ഫർ ടു പാർട്ട് ക്ലോസ് ടു ദി ഹോട്ട് സർഫസ്. അതുപോലെ ചൂട് പിടിച്ച ഭൗമോപരിതലത്തിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ ഭാഗത്തേക്ക് താപം പകരുന്നു. ഇനി കൺവെക്ഷൻ എന്ന് പറയുന്നത് സംവഹനം. എന്താണ്, ചൂടായ വായു വികസിച്ചുയരുന്നു. അതുപോലെ അഭിഭാഗനം ചോദിക്കാം. ഭൗമവികിരണം കഴിഞ്ഞ മോഡലിന് ചോദിച്ചതാണ്.
അപ്പോൾ അതേ കണക്ക് ഏതെങ്കിലും മാറിയും തിരിച്ചും ചോദിക്കാം. ഇതൊന്ന് ചിത്രത്തിന്റെ സഹായത്തോടു കൂടി തന്നെ പഠിക്കാം. നിങ്ങൾ പോസ് ചെയ്ത് ചിത്രം ഒന്ന് വരച്ച് വെച്ച് പഠിക്കുക. അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ ചിത്രം വരച്ചാലും അതിനൊരു മാർക്ക് കിട്ടും. കാരണം ഇത് താഴെ എന്താണെന്ന് കൂടി എഴുതണം. ചിത്രം വരച്ച ആ പേര് കൂടി ഒന്ന് എഴുതിയാൽ അതിൽ നിന്നും വ്യക്തമാണ്. പിന്നെ നിങ്ങൾക്ക് ആ ചിത്രത്തിന്റെ സഹായത്തോടു കൂടി തന്നെ ഒരു സെന്റൻസ് എഴുതാനും സാധിക്കും. സോ അതൊന്ന് വായിച്ച് പഠിച്ചു വെച്ചേക്കുക. അടുത്തത് 24ാമത്തെ ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ ഫിനോമിനൻ ഷോൺ ഇൻ ദ ഡയഗ്രാം ആൻഡ് എക്സ്പ്ലെയിൻ. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പ്രതിഭാസത്തെ തിരിച്ചറിഞ്ഞ് വിവരിക്കുക. ഇതേ ക്വസ്റ്റ്യൻ, സെയിം ക്വസ്റ്റ്യൻ കഴിഞ്ഞ വർഷത്തെ മോഡൽ എക്സാമിന്, +1 മോഡൽ എക്സാമിന് ചോദിച്ചതാണ്. സെയിം ക്വസ്റ്റ്യൻ ഇവിടെ റിപ്പീറ്റ് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ്, ഡയഗ്രാമിൽ നിന്ന് വ്യക്തമാണ് ഇത് സീ ബ്രീസ് ആണ്. കാരണം നിങ്ങൾ ആരോസ് ശ്രദ്ധിക്കുക. ഇതിൽ പ്രധാനമായും നിങ്ങൾ ഇങ്ങനെ ഒരു ഡയഗ്രാം തന്നു കഴിഞ്ഞാൽ അതിൽ ആരോസ് ഏത് ദിശയിലാണ്, ഏത് ദിശയിൽ നിന്നാണ് വീശുന്നതെന്ന് നോക്കുക. ഇതിൽ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും സീ, അല്ലേ, കടലിൽ നിന്നാണ് വീശുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം സീ ബ്രീസ് ആണ്. മോഡലിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഇതേ ചോദ്യം, ചോദ്യം ഇതുപോലെയാണ്. ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് വിൻഡ് ഗിവൺ ഇൻ ദ ഡയഗ്രാം ആൻഡ് എക്സ്പ്ലെയിൻ. അങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെയും ഇത് സീ ബ്രീസ് തന്നെയാണ്. കാരണം സീയിൽ നിന്നാണ് ലാൻഡിലോട്ട് ഇത് വീശുന്നത്. അപ്പോൾ ഇത് കടൽക്കാറ്റാണ്. സീ ബ്രീസ് കടൽക്കാറ്റാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഉത്തരം നമുക്ക് പരിശോധിക്കാം. ഇത് കഴിഞ്ഞ വർഷം റിപ്പീറ്റ് വന്നതുകൊണ്ട് ഞാൻ നേരത്തെ മുൻ വർഷത്തെ ചോദ്യപേപ്പറിൻ്റെ എക്സ്പ്ലനേഷനിൽ ഇതേ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. കടൽക്കാറ്റും കരക്കാറ്റും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് ചോദിക്കാം. അപ്പോൾ രണ്ടിനെ പറ്റി അറിഞ്ഞിരിക്കുക. ഇതിൽ അപ്പോൾ കടലിൽ നിന്ന് കരയിലേക്ക് വീശുന്ന കാറ്റ്, കടൽക്കാറ്റ്. ഡ്യൂറിങ് ഡേ ടൈം ലാൻഡ് ഈസ് വാർമർ ദാൻ ഓഷൻ, വിൻഡ് ബ്ലോസ് ഫ്രം സീ ടു ലാൻഡ്. അപ്പോൾ ഒരു ഹൈ പ്രഷർ രൂപപ്പെടുന്നു. അപ്പോൾ ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലോട്ട്, കാരണം കര പെട്ടെന്ന് ചൂട് പിടിക്കുന്നത് കാരണം അവിടെ ലോ പ്രഷർ രൂപപ്പെടുകയും സ്വാഭാവികമായി കടൽ ഹൈ പ്രഷറായി കിടക്കുന്നു, ഉച്ചമർദ്ദത്തിൽ കിടക്കുന്നത് കൊണ്ട് തന്നെ ഉച്ചമർദ്ദത്തിൽ നിന്ന് ന്യൂനമർദ്ദമായ കരയിലോട്ട് കാറ്റ് വീശുന്നു. ഈ പ്രതിഭാസമാണ് കടൽക്കാറ്റ് അല്ലെങ്കിൽ സീ ബ്രീസ് എന്ന് പറയുന്നത്. ഇതേപോലെ തിരിച്ച് ചിത്രം തന്നെ ചോദിക്കുകയാണെങ്കിൽ അത് ലാൻഡ് ബ്രീസ് ആയിരിക്കും. അപ്പോൾ ചിത്രം പരിശോധിക്കുക, ആരോസ് എവിടെ നിന്ന് എങ്ങോട്ട് വീശുന്നു എന്ന് വ്യക്തമായി മനസ്സിലാക്കിയതിന് ശേഷം ഉത്തരം എഴുതുക. ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു, ഇതും റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ പഠിക്കുക. അടുത്ത ചോദ്യം, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ മൺസൂണിന്റെ പ്രാധാന്യം, സാമ്പത്തിക ജീവിതത്തെ മൺസൂൺ എങ്ങനെ സ്വാധീനം ചെലുത്തുന്നു എന്നൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. 3 മാർക്കിന്റെ ചോദ്യമാണ്. ഇത് കഴിഞ്ഞ എക്സാമുകൾക്ക് ചോദിച്ച് കണ്ടിട്ടില്ല. അപ്പോൾ ഇതൊന്ന് വായിച്ചു വെച്ച്, കഴിഞ്ഞ വർഷം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ 3 എക്സാമിന് ചോദിച്ചിട്ടില്ലായിരുന്നു. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ അപ്പോൾ ഇതിലും ഒരു 4-5 പോയിന്റുകൾ കൊടുത്തിട്ടുണ്ട്, പഠിച്ചു വെച്ചേക്കുക. മൺസൂൺ സീസൺ ഈസ് ബാക്ക് ബോൺ ഓഫ് ഇന്ത്യൻ അഗ്രികൾച്ചർ. അപ്പോൾ കാർഷിക മേഖലയുടെ ഒരു നട്ടൽ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. 65 അതിൽ കൂടുതലോ ജനങ്ങൾ കൃഷിയെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ മഴയുടെ ലഭ്യത കുറവോ അല്ലെങ്കിൽ മഴ താമസിച്ച് വരുന്നതും എല്ലാം കൃഷിയെ ബാധിക്കുമെന്ന് മനസ്സിലാക്കുക. പിന്നെ ഏറ്റക്കുറച്ചിലുകൾ പ്രളയത്തെയും വരൾച്ചയ്ക്കും കാരണമാകുന്നുണ്ട്. പരാജയപ്പെട്ടാൽ വിളനാശം സംഭവിക്കുമെന്നും ശക്തമായ മഴ മറ്റ് നാശനഷ്ടങ്ങളായ അല്ലെങ്കിൽ പ്രകൃതി ദുരന്തങ്ങൾക്കും കാരണമാകുമെന്നും എഴുതുക. മണ്ണൊലിപ്പ്, ഉരുൾപൊട്ടൽ, പ്രളയം മുതലായ പ്രകൃതി ദുരന്തങ്ങൾക്കും കാരണമാകും. അപ്പോൾ ഇതൊരു 5 പോയിന്റോളം ഉണ്ട്. ഇതിലൊരു 3-4 പോയിന്റ് എഴുതുക. ഓക്കെ, അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ ട്രോപ്പോസ്ഫിയർ ആൻഡ് സ്ട്രാറ്റോസ്ഫിയർ. ഇത് ഞാൻ കഴിഞ്ഞ വർഷം ചോദ്യ പേപ്പറിൽ അനാലിസിസ് നടത്തിയപ്പോൾ പറഞ്ഞതാണ്. ട്രോപ്പോസ്ഫിയർ ആയിരുന്നു കഴിഞ്ഞ വർഷം മോഡലിന് ചോദിച്ചത്. പക്ഷെ 1 വേർഡ് ആയിട്ട് സ്ട്രാറ്റോസ്ഫിയറും ചോദിച്ചിരുന്നു. അപ്പോൾ സ്ട്രാറ്റോസ്ഫിയറും ട്രോപ്പോസ്ഫിയറും ഇമ്പോർട്ടന്റ് ആണ്, അത് താരതമ്യം ചെയ്ത് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതേ കണക്ക് നിങ്ങൾ പോയിന്റുകൾ എല്ലാ അതായത് നമ്മുടെ ലേയേഴ്സ് പാളികളുടെയും ഒന്ന് പഠിച്ചു വെച്ചേക്കുക. പക്ഷേ ഇമ്പോർട്ടന്റ്, വെരി വെരി ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് ട്രോപ്പോസ്ഫിയറും സ്ട്രാറ്റോസ്ഫിയറും ആണ്. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് റണ്ണിംഗ് വാട്ടർ ഈസ് ബൈ ഫോർ ദ മോസ്റ്റ് ഡോമിനേറ്റിംഗ് ജിയോമോർഫിക് ഏജന്റ് ഇൻ ഷേപ്പിംഗ് ദി എർത്ത് സർഫസ് ഇൻ ഹ്യൂമിഡ് ക്ലൈമറ്റ് എക്സ്പ്ലെയിൻ. ഈർപ്പമുള്ള കാലാവസ്ഥയിൽ ഭൂമിയുടെ ഉപരിതലത്തെ രൂപപ്പെടുത്തുന്നതിൽ ഏറ്റവും പ്രബലമായ ജിയോമോർഫിക് ഏജന്റ് ആണ്, സഹായിയാണ് എന്ത്, ഒഴുകുന്ന വെള്ളം വിശദീകരിക്കുക എന്നതാണ്. അപ്പോൾ ഇതും ഒരു ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിച്ചേക്കുന്നതാണ്. ഒഴുകുന്ന ജലത്തിന്റെ പ്രാധാന്യത്തെ പറ്റിയാണ്, അല്ലെങ്കിൽ അവ രൂപീകരിക്കുന്ന ഭൂരൂപങ്ങൾ ഏതെല്ലാമെന്ന് നിങ്ങൾക്ക് എഴുതാം. ഹ്യൂമിഡ് ക്ലൈമറ്റ് എന്ന് പറയുമ്പോഴേ ഈർപ്പമുള്ള കാലാവസ്ഥ, അല്ലെ, മഴയ്ക്കൊക്കെ സാധ്യതയുണ്ട്. അപ്പൊ മഴയുടെ ലഭ്യത അല്ലെങ്കിൽ ഒഴുകുന്ന ജലത്തിന് എപ്പോഴും ഒരു ഒരു ലഭ്യത അവിടെ ഉണ്ട്. അപ്പോൾ അത് കാരണം അവിടെ എന്തെല്ലാം രൂപപ്പെടും, അവരുടെ ആദ്യ ഘട്ടം മുതലേ ഉള്ള ഭൂരൂപങ്ങളെ പറ്റി നിങ്ങൾക്ക് ഇവിടെ എഴുതാം. ഞാനിവിടെ അതിന്റെ ഒരു ഡെഫിനേഷൻ ഇംഗ്ലീഷിൽ കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോ മലയാളത്തിൽ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒഴുകുന്ന ജലത്തിന്റെ പ്രാധാന്യം നിങ്ങളുടെ ടെക്സ്റ്റിലും ഗൈഡിലും ആദ്യം തന്നെ ഒഴുകുന്ന ജലത്തെ പറ്റി ഒരു പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. അതിനെപ്പറ്റി നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും. ആദ്യം അതായത് കുറെ നീർച്ചാലുകളായി രൂപപ്പെടുന്നു, അത് പിന്നീട് എന്താവുന്നു, വലിയ വലിയ ഗർത്തങ്ങളാവുന്നു, പിന്നീട് അതൊരു വീരൂപ താഴ്വരയാവുന്നു, അതിനെപ്പറ്റിയൊക്കെ പറയുന്നുണ്ട്, അല്ലെ. പിന്നെ നിക്ഷേപണ രൂപങ്ങൾ അത് സൃഷ്ടിക്കുന്നു. ആ രീതിയിൽ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും മലയാളത്തിൽ എഴുതുന്നവർ. ഇംഗ്ലീഷിൽ എഴുതുന്നവർ നിങ്ങൾക്ക് ഈ ഇതിരിക്കുന്ന പോയിന്റുകൾ ഇത് നിങ്ങൾക്ക് പോയിന്റ് ആയിട്ട് എഴുതാൻ സാധിക്കും. നിങ്ങളുടെ ടെക്സ്റ്റിലും ഗൈഡിലും ഒക്കെ ഉള്ള പോയിന്റുകൾ ഒഴുകുന്ന ജലത്തിന്റെ ആദ്യത്തെ കൊടുത്തിരിക്കുന്ന പാരഗ്രാഫിലുള്ള പോയിന്റുകൾ ഉൾപ്പെടുത്തി എഴുതണം. ഓക്കെ, ഇപ്പൊ വേണമെങ്കിൽ ഇത് പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതൊന്ന് എഴുതിയെടുക്കുക. എല്ലാം എഴുതിയില്ലെങ്കിലും ആദ്യത്തെ കുറച്ച് പോയിന്റുകൾ എഴുതിയെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ഇതൊരു കുറച്ചുകൂടി ഒരു സ്റ്റാൻഡേർഡ് ലെവൽ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇതിന് 10 ചോദ്യങ്ങളുണ്ട് ഈ സെക്ഷനിൽ, അല്ലെ. അപ്പൊ നിങ്ങൾക്ക് 8 എഴുതിയാൽ മതി. ഇൻ കേസ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ചോദ്യം വന്ന് നിങ്ങൾക്ക് കൃത്യമായ പോയിന്റുകൾ ഓർമ്മ വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം.
ഇതെല്ലാം നിങ്ങൾ ആ കൂൾ ഓഫ് ടൈമിൽ മാക്സിമം പ്രയോജനപ്പെടുത്തുക. ഏത് ചോദ്യം എഴുതണം, ഏത് ചോദ്യം എഴുതണ്ട എന്നല്ല. അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ സിമ്പിൾ ഒരു ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ ഇൻ കേസ് നിങ്ങൾക്ക് പോയിന്റുകൾ ഓർമ്മ വന്നില്ലെങ്കിൽ ഇതിലിപ്പോൾ 3 സ്റ്റേജുകളെ പറ്റിയൊക്കെ പറയുന്നുണ്ട് അല്ലെ, 3 ഘട്ടങ്ങളുണ്ട്, യൂത്ത്, മെച്യൂർ, ഓൾഡ്, അതിനെ പറ്റിയൊക്കെ എഴുതാം. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആണ്. ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ജസ്റ്റ് സ്കിപ്പ് ചെയ്യുക ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ്. ഇനി അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്, ഇൻക്ലൂഡിംഗ് മാപ്പ് വരുന്നുണ്ട്. അവിടെയും ഓപ്ഷൻ ഉണ്ട്. 5 ചോദ്യത്തിൽ ഏതെങ്കിലും 4 എഴുതിയാൽ ഇൻ കേസ് മാപ്പ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ മാപ്പ് ഒഴിച്ചുള്ള ബാക്കി 4 ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യാം. മാപ്പ് വളരെ സിമ്പിൾ മാപ്പ് ആയിരുന്നു ഈ വട്ടം ചോദിച്ചത്. ഇൻ കേസ് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാപ്പ് സ്കിപ്പ് ചെയ്യാം, അത് ഡൗട്ട് ഉണ്ടെങ്കിൽ. ഇനി നമുക്ക് 27ാമത്തെ ചോദ്യം പരിശോധിക്കുകയാണെങ്കിൽ മേക്ക് എ കമ്പാരിസൺ ബിറ്റ്വീൻ വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ ആൻഡ് ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ. വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു, കഴിഞ്ഞ വർഷം ഇംപ്രൂവ്മെന്റിന് വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ ചോദിച്ചിരുന്നു. കഴിഞ്ഞ വർഷം എന്താണ് ബോർഡ് എക്സാമിന് ഡയറക്റ്റ് സെയിം ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. അപ്പോൾ പടിഞ്ഞാറൻ തീരസമതലങ്ങളും കിഴക്കൻ തീരസമതലങ്ങളെയും പറ്റിയും ചോദിച്ച ചോദ്യം കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻസിന്റെ എക്സ്പ്ലനേഷൻ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയതാണ്. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, നമുക്കത് നോക്കാം. ആ ചോദ്യത്തിന്റെ എക്സ്പ്ലനേഷൻ ഞാൻ പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞ വർഷം ചോദിച്ചത് കൊണ്ട് തന്നെ ഈ വർഷം ചോദിക്കാം. പല രീതിയിൽ ഏതെങ്കിലും ഒന്ന് ചോദിക്കാം, അല്ലെങ്കിൽ 2 മാറിയും തിരിഞ്ഞു ചോദിക്കാം എന്ന് പറഞ്ഞിരുന്നു. ഞാൻ ഉൾപ്പെടുത്തിയത് പശ്ചിമ തീര സമതലങ്ങളിലും അപ്പൊ പറഞ്ഞിരുന്നു പൂർവ്വ തീര സമതലം, രണ്ടും കമ്പയർ ചെയ്ത് ചോദിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് ചോദിക്കാം. അപ്പൊ ഇതിൽ പോയിന്റുകളുണ്ട്. പശ്ചിമ തീര സമതലങ്ങളെ പറ്റി, അതുപോലെ തന്നെ നിങ്ങൾക്കൊരു കോളമൊക്കെ വരച്ചെഴുതാം, അല്ലെങ്കിൽ 2 ആയിട്ട് എഴുതാൻ സാധിക്കും പൂർവ്വ തീര സമതലങ്ങളുടെ പോയിന്റ്. അപ്പൊ ഇതൊന്ന് ഓർക്കുക. കഴിഞ്ഞ വീഡിയോയിലും ഞാൻ പറഞ്ഞിരുന്നു, ആ വീഡിയോയിലും കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതേ പോയിന്റുകൾ ഞാൻ അവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് 28ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ദ സോഴ്സസ് ഓഫ് ഇൻഫർമേഷൻ അബൌട്ട് ഇന്റീരിയർ ഓഫ് ദി എർത്ത്. ഇതും കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. 2023 ഇൻഡയറക്ട് സോഴ്സസ് ചോദിച്ചിരുന്നു. പരോക്ഷ രൂപങ്ങൾ അല്ലെ പരോക്ഷ സ്രോതസ്സുകൾ ഏതെല്ലാമാണ് ചോദിച്ചിരുന്നു. അപ്പോൾ അതൊന്ന് വായിച്ച് പഠിച്ചു വെച്ചേക്കുക. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പരോക്ഷ സ്രോതസ്സുകളെ ഉൾപ്പെടുത്തിയിരുന്നു 8ാമത്തെ ചോദ്യമായിട്ട്. ഇൻഡയറക്ട് സോഴ്സസ്, പരോക്ഷ സ്രോതസ്സുകൾ, ഊഷ്മാവ്, മർദ്ദം, സാന്ദ്രത, ഉൽക്കകൾ, ഗുരുത്വാകർഷണം, ഭൗമകാന്തിക മണ്ഡലം, അതുപോലെ തന്നെ ഭൂകമ്പ പ്രവർത്തനങ്ങൾ. ഇനി ഡയറക്റ്റ് സോഴ്സസ്, പ്രത്യക്ഷ സ്രോതസ്സുകൾ ഏതെന്നെല്ലാം ചോദിച്ചാൽ മൈനിങ് എഴുതാം അല്ലെ. അതുപോലെ തന്നെ വോൾക്കാനിക് ഇറപ്ഷൻ, അഗ്നിപർവ്വതം പൊട്ടുമ്പോൾ അല്ലെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് തെളിവ് മുന്നോട്ടിട്ട് തരികയാണ്. അതുപോലെ തന്നെ മൈനിങ്, നമ്മൾ ഖനനം നടത്തുമ്പോഴും അത് ഡയറക്റ്റ് സോഴ്സസ് ആണ്. അത് രണ്ടും ഉൾപ്പെടുത്തി നിങ്ങൾക്ക് ഡയറക്റ്റ് സോഴ്സസും ഇൻഡയറക്ട് സോഴ്സസ് ആയിട്ട് ഈ കാര്യങ്ങൾ ഊഷ്മാവ്, ടെമ്പറേച്ചർ, പ്രഷർ, ഡെൻസിറ്റി, അതുപോലെ തന്നെ മീറ്റിയോറുകൾ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അല്ലെങ്കിൽ ഗ്രാവിറ്റേഷൻ എഴുതാം, പിന്നെ മാഗ്നറ്റിക് ഫീൽഡ് എഴുതാം, എർത്ത് ക്വേക്ക് എഴുതാം, സീസ്മിക് വേവ്സ് എഴുതാം. ഇത്രയും ഇൻഡയറക്ട് സോഴ്സസ് ആണ്. ഓക്കെ, അടുത്ത ചോദ്യം എന്ന് പറയുന്നത് വൻകര വിസ്ഥാപന സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ആൽഫ്രഡ് വെഗ്നറിന്റെ കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് തിയറിയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം 2 ആയിട്ട് കൊടുത്തിട്ടുണ്ട്, 4 മാർക്കിന്. അപ്പൊ 2 മാർക്കാണ്. സിമ്പിൾ ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. സൂപ്പർ കോണ്ടിനെന്റ് മാസും മെഗാ ഓഷനും ഏത്? ബൃഹത് ഭൂഖണ്ഡവും സമുദ്രത്തിന്റെ പേരെഴുതാനാണ് ചോദിച്ചത്. ഇതും കഴിഞ്ഞ എക്സാമുകൾക്ക് പല രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ പാൻജിയ, പാന്തലാസ, ഒരു ഡൗട്ടും വേണ്ട. സൂപ്പർ കോണ്ടിനെന്റ് എന്ന് പറയുന്നത് പാൻജിയാണ്. സൂപ്പർ ഓഷൻ അല്ലെ മെഗാ ഓഷൻ എന്ന് പറയുന്നത് പാന്തലാസയാണ്. അതുപോലെ തന്നെ ബി ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിരിക്കുന്നത് എവിഡൻസ് ആണ്. ഇതും കഴിഞ്ഞ എക്സാമുകൾക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ കഴിഞ്ഞ എക്സാമിൽ ചോദിച്ചതായിരുന്നു വൻകര വിസ്ഥാപന സിദ്ധാന്തത്തെ അനുകൂലിക്കുന്ന തെളിവുകൾ ഏതെല്ലാമാണെന്ന്. 5 തെളിവുകളുണ്ട്. ഇതിലിപ്പോ ഏതെങ്കിലും 3 എണ്ണത്തെ പറ്റി എഴുതിയാൽ മതി. 3 എണ്ണത്തെ പറ്റി ഒരു വരിയെങ്കിലും എഴുതണം. അപ്പോൾ ജിക്സ് ഓഫ് ഇറ്റ്, ഈർച്ചവാൾ ചേർച്ച, വൻകരകളുടെ ഇരുകരകളിലുള്ള ശിലകളുടെ സമപ്രായം, അതായത് സെയിം ഏജ് അക്രോസ് ഓഷൻസ്, പിന്നെ ടില്ലൈറ്റ് ഡെപ്പോസിറ്റ്, ടില്ലൈറ്റ് നിക്ഷേപങ്ങൾ, പ്ലേസർ നിക്ഷേപങ്ങൾ, പ്ലേസർ ഡെപ്പോസിറ്റ്, ഫോസിലുകളുടെ വിതരണം, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഫോസിൽസ്. 5 എണ്ണത്തിൽ ഏതെങ്കിലും 3 എണ്ണത്തെ പറ്റി എഴുതിയാൽ മതി ഇവിടെ. ഇതൊപ്പം മുൻകാല ചോദ്യ പേപ്പറുകളിൽ കണ്ടിട്ടുള്ള ചോദ്യമാണ്, ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അടുത്ത ചോദ്യം എന്ന് പറയുന്നത് കാറ്റഗറൈസ് ദ ടൈഡ്സ് ബേസ്ഡ് ഓൺ പൊസിഷൻ ഓഫ് സൺ ആൻഡ് മൂൺ. ഇതും വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു, കഴിഞ്ഞ എക്സാമിന് ചോദിച്ച ചോദ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇമ്പോർട്ടന്റ് ആണ്. കഴിഞ്ഞ ഡയറക്റ്റ് ആയിട്ട് മോഡലിന് ചോദിച്ചു, ഇംപ്രൂവ്മെന്റിന് ചോദിച്ചു, അതുപോലെ തന്നെ കഴിഞ്ഞ ബോർഡ് എക്സാമിനും ചോദിച്ചിരുന്നു. അപ്പോൾ ബോർഡ് എക്സാമിന് ചോദിച്ചില്ല. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ മോഡല് ഇംപ്രൂവ്മെന്റിന് ചോദിച്ചു. ഇംപ്രൂവ്മെന്റിന് സ്പ്രിംഗ് ടൈഡ് മാത്രമാണ് ചോദിച്ചത്. അപ്പോൾ ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു, അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. അതും കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു. ടൈഡ്സ് ബേസ്ഡ് ഓൺ ലൊക്കേഷൻ. ഓക്കെ, സൂര്യന്റെ, ചന്ദ്രന്റെ, ഭൂമിയുടെ എന്നിവയുടെ സ്ഥാനത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വേലിയേറ്റത്തെ എങ്ങനെ വർഗീകരിക്കാമെന്നത്. അപ്പൊ 2 തരമുണ്ട്. ചിത്രത്തിന്റെ സഹായത്തോടുകൂടി ഞാൻ വരയ്ക്കാൻ ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ സ്പ്രിംഗ് ടൈഡ് പ്രഭാവ വേലി, അതുപോലെ തന്നെ നീറ്റ് ടൈഡ് സപ്തമ വേലി. അപ്പോൾ ആ ചിത്രം നിങ്ങൾക്ക് മനസ്സിലായി കാണാം. 2ന്റെ ആ ഒരു സഹായത്തോടു കൂടി, ആ ചിത്രത്തിന്റെ സഹായത്തോടു കൂടി തന്നെ 2ഉം എക്സ്പ്ലെയിൻ ചെയ്യുക. നിങ്ങൾക്ക് അതിന്റെ ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണ് അല്ലെ. ഒരേ രേഖയിൽ വരികയാണെങ്കിൽ അത് വാവുവേലിയാണ്,
ഇനി 90 ഡിഗ്രി സമകോണിൽ വരികയാണെങ്കിൽ, ചന്ദ്രൻ സമകോണിൽ വരികയാണെങ്കിൽ സപ്തമവേലി എന്നും മനസ്സിലാക്കി വെച്ചേക്കുക. ഓക്കെ, ഇതായിരുന്നു 30ാമത്തെ ചോദ്യം. 31ാമത്തെ ചോദ്യമായിട്ട് ഉൾപ്പെടുത്തിയത് മാപ്പ്, 31ാമത്തെ മാപ്പ് ക്വസ്റ്റ്യൻ ആണ്. മാപ്പ് ക്വസ്റ്റ്യൻ ജസ്റ്റ് പറയാം, അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ പിന്നീട് ഞാൻ നൽകുന്നതായിരിക്കും. അപ്പോൾ 31 മാപ്പ്. അപ്പൊ നിങ്ങൾക്ക് വീണ്ടും ഉറപ്പെടുത്തുന്നു, 5 എണ്ണത്തിൽ 4 എണ്ണം എഴുതിയാൽ മാപ്പിന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മാപ്പ് സ്കിപ്പ് ചെയ്ത് ബാക്കി 4 എണ്ണം എഴുതുക. മാപ്പ് ക്വസ്റ്റ്യൻ പക്ഷേ എളുപ്പമുള്ളതായിരുന്നു. സ്ട്രെയിറ്റ് വിച്ച് സെപ്പറേറ്റ്സ് ഇന്ത്യ ആൻഡ് ശ്രീലങ്ക. ഇന്ത്യയെ ശ്രീലങ്കയും വേർതിരിക്കുന്ന കടലിടുക്ക് പാക് കടലിടുക്കാണ്. അപ്പൊ ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും മധ്യത്തിലായിട്ട് ഒരു ഗ്യാപ്പ് വരുന്നിടത്ത് നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് വരയ്ക്കാവുന്നതാണ്. പിന്നെ ഐലൻഡ് ഗ്രൂപ്പ്സ് വിച്ച് ലൈസ് ഇൻ അറേബ്യൻ സീ. അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപ് സമൂഹം ഏത് എന്നതായിരുന്നു. ഒരു ഡൗട്ടും വേണ്ട, ലക്ഷദ്വീപാണ് കേട്ടോ. ഇപ്പൊ ഇന്ത്യയുടെ മാപ്പില് നിങ്ങൾക്ക് ഇപ്പം ഡയറക്റ്റ് ഇപ്പൊ സ്റ്റേറ്റ് മാപ്പ് ആണ് തരുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് അറബിക്കടലിനോട് ചേർന്ന് കാണുന്നത് ഇപ്പൊ ഇവിടെ ലക്ഷദ്വീപ് എന്ന് എഴുതുക. ലക്ഷദ്വീപ് മാർക്ക് ചെയ്യാം. അതായിരുന്നു 2ാമത്തെ ഉത്തരം, ലക്ഷദ്വീപ്. അടുത്തത് ശ്രീലങ്കയുമായി ചേർന്ന്, അപ്പൊ ശ്രീലങ്കയ്ക്ക് ഇന്ത്യക്ക് ഇടയിലുള്ള ഗ്യാപ്പിന്റെ അവിടെ നിങ്ങൾക്ക് പാക് സ്ട്രേറ്റ്, പാക് PALK ആണ് കേട്ടോ, പാക് സ്ട്രേറ്റ്. മലയാളത്തിൽ പാക് എന്ന് തന്നെ എഴുതാം, പാക് സ്ട്രേറ്റ് എന്ന് എഴുതുക. അടുത്തത് സി എന്ന് പറയുന്നത് ലാർജസ്റ്റ് റിവർ സിസ്റ്റം ഇൻ രാജസ്ഥാൻ. അപ്പൊ രാജസ്ഥാനിന്റെ ലോട്ട് വരുമ്പോൾ രാജസ്ഥാനിലോട്ട് ഒരു വര വരച്ചിട്ട് ലൂണിയാണ് ഉത്തരം കേട്ടോ, ലൂണി ആയിരുന്നു അതിന്റെ ഉത്തരം. ഇനി അടുത്തത് മാംഗ്രൂവ് ഫോറസ്റ്റ്, നമ്മുടെ വെസ്റ്റ് ബംഗാളിലുള്ള മാംഗ്രൂവ് ഫോറസ്റ്റ് ആണ്. അപ്പൊ അത് സുന്ദർബൻസ് ആയിരുന്നു ഉത്തരം. അതും ഒരുപാട് പരീക്ഷ പേപ്പറുകളിൽ റിപ്പീറ്റ് വന്നതാണ് ഈ സുന്ദർബൻസിനെ പറ്റി. അപ്പോൾ ഇത്ര എഴുതുക. അപ്പോൾ ഡയറക്റ്റ് ചോദ്യങ്ങളായിരുന്നു, 4 ഇമ്പോർട്ടന്റ് ആണ്. ഇതിൽ ലൂണി മാത്രം കഴിഞ്ഞ എക്സാമ്പിൾക്ക് ചോദിച്ചു കണ്ടിട്ടില്ല, പക്ഷെ ബാക്കി 3 ചോദ്യങ്ങളും ഇംപ്രൂവ്മെന്റ് മോഡൽ ബോർഡ് എക്സാമുകൾക്ക് റിപ്പീറ്റ് വന്ന മാപ്പ് ക്വസ്റ്റ്യൻ ആയിരുന്നു, A, B, D ക്വസ്റ്റ്യനുകൾ. അപ്പോൾ മാപ്പിന്റെ സെപ്പറേറ്റ് ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും, അതിലും ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യും, വിത്ത് മാപ്പ് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഇത്രയും ആയിരുന്നു മോഡലിന് ചോദിച്ചത്. വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു, റിപ്പീറ്റ് ചോദ്യങ്ങൾ 20ഓളം റിപ്പീറ്റ് ചോദ്യങ്ങൾ, 31 ചോദ്യങ്ങളിൽ 20ഓളം റിപ്പീറ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു ഏത് നമ്മുടെ ഈ കഴിഞ്ഞ മോഡൽ എക്സാം. അപ്പൊ അതിൽ ഒരു മാറ്റം എന്ന് പറയുന്നത് 1 വേർഡ് MCQ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ്. അപ്പോൾ ഈ ഒരു പാറ്റേണിൽ തന്നെ പഠിക്കുക. ഈ മുൻകാല ചോദ്യ പേപ്പറുകളും ഇതിൽ പറഞ്ഞിട്ടുള്ള ഉത്തരങ്ങൾ വിശകലനവും നല്ല രീതിയിൽ ശ്രദ്ധിച്ച് പഠിക്കുക. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.